ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രിഗണോമെട്രിയുടെ പ്രോബ്ലംസ് ആണ്. ട്രിഗണോമെട്രിയിൽ നമുക്ക് എങ്ങനെ SSLC എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഷുവർ, ട്രിഗണോമെട്രിയുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് ഷുവറാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ കോർത്തിണക്കിയും കൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു ബേസിക് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴല്ലേ, ഇപ്പം നമ്മളൊരു ജിമ്മിന് പോവുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഒന്ന് എക്സസൈസ് എടുത്തിട്ടല്ലേ നമ്മൾ ജിമ്മിന് പോവുക അല്ലേ, അതേപോലെ തന്നെയാണ് മാത്തമാറ്റിക്സിൻ്റെ ട്രിഗണോമെട്രി സോൾവ് ചെയ്യുമ്പോൾ. കാരണം ട്രിഗണോമെട്രി കനം കൂടിയ ഏരിയയാണ്, അത് കനം കൂടിയ ഏരിയ സോൾവ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു എക്സസൈസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റായി ഫിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വലിയ വലിയ കാര്യങ്ങളിലോട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞാൻ തിയറി പാർട്ട് ചെയ്തിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർ കാണാം. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ആവശ്യമുള്ള ഒരു പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുകൊണ്ട് ഓർഡറിലും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ അറിഞ്ഞിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങളെ പ്രോബ്ലം വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, 2 കാര്യങ്ങളാണ്, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. 2 റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരക്കാം. ഒരു റൈറ്റ് ആംഗിൾ, വളരെ സിമ്പിൾ സംഭവമായിട്ട് അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ ഒന്നും കൂടി പറയാം. ഓക്കെ, ഞാൻ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ ഓക്കെ 90 ഡിഗ്രി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് കൂടിയാൽ എത്രയാണ്? ABC. ഞാൻ വേറെ ലെറ്റർ കൊടുത്തോട്ടെ, PQ, വ്യത്യസ്ത ലെറ്റർ കൊടുക്കുന്നു മാത്രം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 90 ഡിഗ്രീൻ്റെ കേസിൽ മാത്രമാണ് ഇത് പറയുന്നത്. ഓക്കെ, 90 ഡിഗ്രീൻ്റെ കേസ്, ഇത് 90 ഡിഗ്രി ആകുമ്പോൾ ഇത് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രി. അപ്പോൾ 45 + 45 90, 90 + 90 180. ഏതൊരു ട്രയാങ്കിളും, അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവണമെന്നില്ല, ഏതൊരു ട്രയാങ്കിളിൻ്റെയും 3 ആംഗിളുകൾ സമ്മ് ചെയ്താൽ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എന്താണ് 180 ഡിഗ്രിയാണ്. ഇതിൻ്റെ പ്രൂഫൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, ഇനി ഇവിടെ ഇത് 90 ഡിഗ്രിയാണ്. ഇനി വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇനി എങ്ങനെ വരാം സാറേ? ഇതൊരു 30 ഡിഗ്രി വരാം. ഇതെന്ത് വരാം സാറേ? ഇതൊരു 60 ഡിഗ്രി വരാം. ഓക്കെ, ഇത് ഓൾറെഡി 90 ഡിഗ്രി വരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ ഇവിടുത്തെ ലെങ്ത് തന്നെ, ഇവിടുത്തെ കാണുമ്പോൾ ഒരു ലെങ്ത് അല്ലേ എന്നുള്ളത് തോന്നാം. പക്ഷേ വ്യത്യസ്ത ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ടോട്ടലി 60, 30, 90, 90, 90, 100 ഡിഗ്രി. അങ്ങനെയാണ് ഇതും 180 ആയിട്ടുള്ളത്. 2 കേസുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഒന്ന് ഞാൻ ഇവിടെ 90 ഡിഗ്രി എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ 90 ഡിഗ്രി തന്നെ കൊടുക്കാം. അപ്പോൾ 2 കേസ് നിങ്ങൾ പറഞ്ഞാൽ 45, 90, 45, അതുപോലെ 60, 90, 1. ഇതിൽ നിങ്ങൾ പറയുന്നത് ഈ ഫസ്റ്റ് പാർട്ട് പറയുന്നത് എന്താ വെച്ചാൽ 1:2. ഇതിൻ്റെ റേഷ്യോ ആണ് പറയുന്നത് 1:√2. 1:1:√2 ആണ് ഈ ഒന്നാമത്തെ കേസിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 1 എന്ന് പറയുന്നത് ഒരു 45നെ സൂചിപ്പിക്കുന്നുണ്ടായിരിക്കാം. എഗെയിൻ 1 എന്ന് പറയുന്നത് എന്തായിരിക്കാം? 45 സൂചിപ്പിക്കുന്നുണ്ടാവും. √2 സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? ഈ 90 ഡിഗ്രീനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. ഇതെങ്ങനെ കിട്ടിയതെന്നുള്ളത് വളരെ നിസ്സാരം, ഞാൻ തിയറിയിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. ഏതൊരു വാല്യൂ, ഫോർ എക്സാമ്പിൾ ഈ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ 45 എന്ന് പറയുമ്പോൾ ഈ 45ൻ്റെ വാ പൊളിച്ചിരിക്കുന്ന ഈ ലെങ്ത് BC ഇല്ലേ, ഈ BCക്ക് ഈക്വൽ ആയിരിക്കും. ഇതും 45 ആണെങ്കിൽ ഈ വാ പൊളിച്ചിരിക്കുന്നത്. ഇപ്പോൾ BCയും ABയും ഈക്വൽ ആയിരിക്കും ഈ കേസിൽ. കാരണം എന്താണ്? ഇവിടുത്തെ ലെങ്ത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ വരുന്ന ലെങ്ത്തും ഇവിടുന്ന് വരുന്ന ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ അസ്യൂം ചെയ്യുന്നത് ഇത് 2 കൂട്ടിക്കും. സ്വാഭാവികമായിട്ടും ഇത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടാനുള്ള മെത്തേഡ് എന്താ? 90 ഡിഗ്രി ആകുമ്പോൾ പൈതഗോറസ് പ്രകാരം എന്താ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു താഴത്തുള്ള 2 സ്ക്വയർ 2 + 2 സ്ക്വയർ + 2. ഇതാണല്ലോ പൈതഗോറസ്. അത് പ്രകാരം H സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 + 4 H സ്ക്വയർ എത്രയാണ്? 8. H എത്രയാണ്? √8 ആണ്. സ്ക്വയർ കളയാൻ റൂട്ട് ചെയ്യാന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് √8. ഈ √8 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താം? 4×2. എങ്ങനെ സാറ് ഈ 4×2 സ്പ്ലിറ്റ് ചെയ്തത് സാറ്? കാരണം 8നെ എഴുതാൻ വേറെ മാർഗ്ഗങ്ങളുണ്ടാവും. 1×8 എഴുതാം അല്ലേ, 4×2 എഴുതാം. എന്തുകൊണ്ടാണ് സാറ് 4×2 എഴുതിയത്? അതൊരു ക്വസ്റ്റ്യനാണ്. 1×8 എഴുതായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് √4×2 എന്ന് എഴുതിയത്? ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ റൂട്ട് വാല്യൂ ഉള്ള വാല്യൂ ആയിരിക്കും പെർഫെക്റ്റ് റൂട്ട്. കാരണം √4 പെർഫെക്റ്റ് റൂട്ടാണ്. അതുകൊണ്ട് H ഈക്വൽ എന്ത് വരോടാ? √4×√2. √4 എത്രയാണ്? പെർഫെക്റ്റാണ്. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് പറയാം? 2 ആണെന്ന് പറയാം. 2√. അങ്ങനെയാണ് H എനിക്ക് 2√2 കിട്ടി. അപ്പോൾ ആ H ആണ് ഇവിടുത്തെ എന്ത്? 2√2 കിട്ടി. ഇപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 2√2 ആണ്. അപ്പോൾ ഈ വാല്യൂ ഞാൻ ഇവിടെ എടുക്കുന്നത് 2, ഞാൻ 2:2 എടുക്കുന്നത്. 2:2
2 √2 ഇങ്ങനെ തന്നെ എടുത്ത്. ഓക്കെ, ഇത് റേഷ്യോ എന്ന് ഞാൻ പറയില്ല. റേഷ്യോ ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 കുട്ടികളുണ്ടെങ്കിൽ 25 പെൺകുട്ടികളും 25 ആൺകുട്ടികളാണെങ്കിൽ 1:1 റേഷ്യോയിലാന്ന് പറയാം. 25 ആൺകുട്ടികൾക്ക് 25 പെൺകുട്ടികളുണ്ട്. പേരാക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഓരോ ആൺകുട്ടിക്കും ഓരോ പെൺകുട്ടി. അപ്പോൾ 1:1 ആണെന്ന് പറയാം. മനസ്സിലായോ? 1:1 ആണെന്ന് പറയാം. അപ്പോൾ ഇതുപോലെ പെൺകുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അപ്പോൾ റേഷ്യോയിൽ മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ റേഷ്യോയിൽ മാറ്റം വരും. മനസ്സിലായി? അപ്പോൾ ഒരു ആൺകുട്ടിക്ക് 2 പെൺകുട്ടികൾ എടുക്കേണ്ടി വരും. അപ്പോൾ 1:2 ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വരും. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചെറിയ ഫോർമാറ്റിനാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2:2 √2 ആണെങ്കിൽ ചെറിയ ഫോർമാറ്റ് അല്ല. അത് ചെറിയ ഫോർമാറ്റ് ആക്കാൻ എന്ത് ചെയ്യുക? എല്ലാത്തിലും 2 ഉള്ള കാരണം നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് കട്ടാക്കി കൊടുക്കാം. 2 കൊണ്ട് കട്ടാക്കി കൊടുത്താൽ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക് 1:1 എന്ത് കിട്ടും? √2. അപ്പോൾ ആ ഫൈനൽ കോമ്പിനേഷൻ ആണത് എന്ത്? 45 90യുടെ ഏറ്റവും ഫൈനൽ കോമ്പിനേഷൻ ആണ് 1:1 √2. ഇതിപ്പോൾ 2 ആവണമെന്നൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 3 ആക്കാം. ഇപ്പോൾ സപ്പോസ് ഇത് 3 ആക്കിയാലും നമുക്ക് കിട്ടും 3:3 √2. അപ്പോൾ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ വീണ്ടും എന്തെല്ലാം കിട്ടും? 1:1 √2. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വാല്യൂ മാറുന്നത് എത്ര മാറിയാലും, ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ റിയൽ നമ്പർ ഏത് നമ്പർ എടുത്താലും ആ വാല്യൂ വലുതാവുന്നുള്ളൂ. അതിന് ആ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഗൈൻ ഏറ്റവും ചെറിയ ഫോർമാറ്റ് എവിടെ തന്നെ എത്തും? 1:1 √2 അപ്പോൾ ഈ 1:1 √2 എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യാം. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഇതുകൊണ്ട് നമുക്കുള്ള ടെക്നിക്കുകൾ, ഇതുകൊണ്ടുള്ള എളുപ്പവിദ്യകളാണ്. നമുക്ക് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു വേരിയബിൾ കൊടുക്കണം. അപ്പോൾ എന്തായി? 1x √x. ഓക്കെ, ഇതിങ്ങനെ പഠിക്കലാണ് ഒന്നും കൂടി ബെസ്റ്റ്. കാരണം ഇതിൻ്റെ ഒക്കെ ഒപ്പം ഒരു വേരിയബിൾ ഇനീഷ്യേറ്റ് ചെയ്യുക. എക്സ് കാരണം 1 എന്ന് പറഞ്ഞാൽ 1 × x ആണ്. 1 × x ആണ്. √2 × x. ഓക്കെ, ഇത് എന്തിനാണെന്ന് ഞാൻ പറയാം. അങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്ത് എടുക്കട്ടെ. രണ്ടാമത്തെ കേസിൽ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസിൽ 30 60 90 ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ നമുക്ക് ഫോർമുല ഫോർമാറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതൊരു 3ഉം ഇതൊരു 6ഉം ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കട്ടെ. ഇപ്പോൾ ഇതും കൊടുത്തിട്ട് നമുക്ക് അത് ഫോം ചെയ്യാം. ഇപ്പോൾ ഇത് ഫോം ചെയ്ത പോലെ ഞാൻ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഇവിടെ ഈ ലെങ്ത് PQ 3ഉം ഇത് 6ഉം. നീ വേണമെങ്കിൽ ഇതും സെയിം. ഒരിക്കലും ഇതും സെയിം വരില്ല. കാരണം 30ക്ക് ഓപ്പോസിറ്റ് ആവില്ല, 60ക്ക് ഓപ്പോസിറ്റ്. അത് മനസ്സിലായ? 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ഒരിക്കലും എന്ത് വരില്ല? 3 വരില്ല. ഓക്കെ, മോർ ദാൻ 3 ആയിരിക്കും. അത് നമുക്ക് നോക്കാം എത്ര വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ പൈതഗോറിയസ് തിയറി പ്രകാരം 6² = എന്ത് വരും? 3² പ്ലസ് നമുക്ക് ഇതിനെന്ത് പറയാം? QR നമുക്ക് എന്ത് പറയാം? ബേസ് ആണെന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ QR² എന്ന് എഴുതാം. ഞാൻ സിംപ്ലി ബേസ് സ്ക്വയർ എന്ന് എഴുതുന്നത്. അപ്പോൾ 6² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 = 9 പ്ലസ് ബേസ് സ്ക്വയർ. ഈ 9 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 36 - 9 = ബേസ് സ്ക്വയർ. ബേസ് സ്ക്വയർ എത്ര പറയാം? √27 പറയാം. √27. അപ്പോൾ ഈ √27 ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും എങ്ങനെ? b² √27 കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ ആയ ചെറിയ കാര്യങ്ങളാണ് മക്കളെ. ഇതൊക്കെ നമുക്ക് പഠിക്കണം. 27 = b², b = √20 സ്ക്വയർ ആണ് അല്ലേ? പ്ലസ് ഓർ മൈനസ്. അപ്പോൾ b = √27 എങ്ങനെ എഴുതാം? 27 ഒരെണ്ണം നമുക്ക് വരുമ്പോൾ അതായത് 3 × 9 ഇതെങ്ങനെ കണ്ടുപിടിച്ച് സാറേ? ഈ 3 × 9 കുറേ പേര് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു സിമ്പിൾ ട്രിക്ക് വേറെ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇപ്പം 27 അല്ലേ? ഈ 27ൽ കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഏതാടാ? 3 പോകും സാറേ. 10 × 3 30 അപ്പോൾ 9 അല്ലേ? 3 പോകും. എത്ര വട്ടം പോകും? 9 × 3 27. ഇനി ഇതിൽ നമുക്ക് ചാൻസ് ഇപ്പം ഇങ്ങനെ കിട്ടി. ഇപ്പം തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ഗുണനഫലം എന്ത് കിട്ടി? ഈ 3 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 9 എത്രയാണ്? 27 തന്നെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ എന്തുണ്ടായിരിക്കും? റൂട്ട് വാല്യൂ ഉള്ളതായിരിക്കും. 3 × 9 ഉണ്ട്. 9 എന്തുണ്ട്? റൂട്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 3 × 7 അപ്പോൾ അതിൽ 3 × 9. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? b = √3 × √9. b = എന്തൊരു? √3 തന്നെ 3 √3 വരും. b = നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. കാണുന്നുണ്ടോ? ശരി, ഇവിടെ നിന്ന് കാണണ്ട. ഓക്കെ, ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് b = എത്ര വരടാ? √3 × 3 മീൻസ് 3 √3. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് എത്ര കിട്ടി? 3 √3 കിട്ടി. ഇനി ആ വാല്യൂസ് ഞാൻ ആ ഈസ്റ്റ് റേഷ്യോ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഈ റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ രണ്ടാമത് ചെറുത് 3 30 60 90 ചെറുതിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന റേഷ്യോ ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമുക്ക് ഇങ്ങനെ
45:90. അതേപോലെ നെക്സ്റ്റ് കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇവിടെ തന്നെ എഴുതാം. ഇപ്പോൾ ഓൾറെഡി വാല്യൂ കിട്ടി, അണ്ടർസ്റ്റാൻഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ പറയുന്നത്. ഇപ്പം നമുക്ക് എന്താണ് 3:360 അല്ലേ? അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 3, 60ക്ക് ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ എത്ര വരും? 6. ഇതിൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 3 ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 1/√3:2. അപ്പോൾ ഏറ്റവും ചെറിയ ഫോർമാറ്റാണ് 1/√3:2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കേസാണ് നമ്മൾക്ക് പേടിക്കേണ്ടത്, രണ്ട് ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1x√3x 2x. ഇതാ ഇങ്ങനെ പഠിക്കാം. 1xന് വേരിയബിൾ കൊടുത്തു, 1x√3x 2x. അപ്പോൾ ഈ രണ്ട് കേസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏത് പ്രോബ്ലം നിസ്സാരമായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏതൊരു കേസ് കിട്ടിക്കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ രണ്ടെണ്ണം പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ രണ്ടെണ്ണം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതിയ നിങ്ങൾക്ക് ട്രിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏത് ആംഗിളിൻ്റെ ക്വസ്റ്റ്യനും ചെയ്യാം. അപ്പോൾ ഞാനൊരു 1-2 ബേസിക് ഇവിടെ പറയാം, അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിൽ കൂടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഇവിടുത്തെ ഒരു പ്രോബ്ലം ചെയ്യാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഉദ്ദേശിക്കുന്നത് 30, ഈ ആംഗിൾ ഇതുപോലെ ആവണം കേട്ടോ, 60, 90. ഞാൻ 90 എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് ഈ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. എനിക്ക് ഹൈപ്പോട്ടിന്യൂസ് 12 വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? 30, 60, 90ൻ്റെ കേസ് ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഏത്? 1x√3x 2x or 1:√3:2 എന്ന് പഠിച്ചാലും മതി. അപ്പോൾ 1x√3x 2x ആണെങ്കിൽ നമുക്കറിയാം ഇതിലെ 3 പാർട്ട് നമുക്കറിയാം. ഏറ്റവും ചെറുതാണിത്, ഇത് 30ക്ക് ഓപ്പോസിറ്റ്, ഇത് 60ക്ക് ഓപ്പോസിറ്റ്, ഇത് 90ക്ക് ഓപ്പോസിറ്റ് 2x എന്ന് പറയുന്നത്. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് എന്താണ്? 2x ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ 2xന് എത്ര തന്നിട്ടുണ്ട്? 12 വന്നിട്ടുണ്ട്. അങ്ങനെ x എന്ന് പറഞ്ഞാൽ എത്ര? 12/2. x എത്രയാടാ? 6 ആണ് അല്ലേ? 12ൻ്റെ പകുതി 6. അപ്പോൾ x കിട്ടി. അപ്പോൾ x കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. കാരണം നിങ്ങൾ നോക്കി നോക്കി, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ലേ? 30ക്ക് ഓപ്പോസിറ്റ് 1x ആണ്. x 6 ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി 1x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 തന്നെ. നെക്സ്റ്റ് രണ്ടാമത്തെ 60ക്ക് ഓപ്പോസിറ്റ് √3x. അപ്പോൾ √3 × x എന്ന് പറഞ്ഞാൽ x എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 6√3 കിട്ടും. ട്രിക്ക് കൂട്ടിയിട്ടായില്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് എക്സാമ്പിളുകളും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വീണ്ടും പിന്നെ വേറൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ഞാൻ പറയട്ടോ. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി മാത്രം കേട്ടോ. 45 ഞാൻ കുറേ ചടപ്പിക്കണില്ല അത് പറഞ്ഞിട്ട്, നിങ്ങൾക്കൊരു ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 45ൻ്റെ കേസിൽ നമുക്കറിയാം 1x√2x ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, സാറേ √2x = ആണ് 12. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, x = മക്കളെ 12/√2 ആണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡിവിഷനിൽ ഒരു കാര്യം ഇറാഷണൽ വാല്യൂ വരാൻ പാടില്ല. ഇറാഷണൽ ഒന്നും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, +1 പഠിക്കും. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. √2ന് എക്സാക്ട് വാല്യൂ അല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലേ? അങ്ങനത്തെ വാല്യൂസ് ഒന്നും ഡിവിഷനിൽ വരാൻ പാടില്ല. അപ്പോൾ ഈ √2നെ നമുക്ക് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ഇത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് മാത്തമാറ്റിക്കലി ചെയ്യുക? നമുക്കറിയാം 2/2 1 ആണ്. ഏതൊരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ഏത് നമ്പർ ആവട്ടെ, 100/100 1 ആണ്, 50/50 1 ആണ്, √2/√2 തന്നെ 1 തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ √2 ഉള്ള സ്ഥിതിക്ക് ഡിനോമിനേറ്ററുള്ള അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. √2/√2 1 ആണ്. നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ കിട്ടുമ്പോൾ എന്ത് കിട്ടും വെച്ചാൽ 12 × അല്ല ഇൻറ്റു അല്ല, അപ്പോൾ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു വന്നാൽ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. √2 × √2 x × x x², √2 × √2 ഹോൾ സ്ക്വയർ, √2 ഹോൾ സ്ക്വയർ, സ്ക്വയറും റൂട്ടും ക്യാൻസൽഡ്, സ്ക്വയറും √2 ക്യാൻസൽഡ്. അപ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ നമുക്ക് /2 കിട്ടും. 12 2 ക്യാൻസൽ, 12 2 ക്യാൻസൽ ചെയ്താൽ x എന്ത് കിട്ടും? 6 √2. നിങ്ങൾക്ക് കാണാണ്ടെന്ന് അറിയില്ല. x = 6√2, x = 6√2. അപ്പോൾ രണ്ടും സെയിം ആണ്. ഇവിടെ കേസിൽ ഇവിടെ x ആണ്, ഇവിടെ x ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 6√2 6√2. രണ്ട് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? 6√2
കിട്ടും. ഇനി ഞാൻ ഇത് വരുമ്പോൾ പ്രോബ്ലത്തിൽ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറയാം. ഇത്രയും മതി, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ട്രിഗണോമെട്രിയുടെ പ്രോബ്ലം ഇത് മാത്രം കണക്ട് ചെയ്തിട്ടല്ല, ഇത് കണക്ട് ചെയ്യാത്ത പ്രോബ്ലംസ് ഉണ്ട്. ഇതൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പ്രോബ്ലത്തിലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിഫിക്കൽട്ടി പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് തോന്നും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് അനായാസം മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ആംഗിൾസ് മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ റേഷ്യോ sin 30 sin 40 sin എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് അതൊക്കെ അപ്ലൈ ചെയ്യണം. അതിലേക്ക് എളുപ്പത്തിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചും കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ടാണ് പോകുന്നത്. ഇത് മതി, ഇതിൻ്റെ തിയറി ഇത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഇനി പ്രോബ്ലം വരുമ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാം. പ്രോബ്ലത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫിഗർ ഷോൺ എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സർക്കംസർക്കിൾ. The figure shown a triangle and its circumcircle. What is the radius of the circle? എന്താണ് സർക്കിളിന്റെ റേഡിയസ് പറയാൻ പറ്റുമോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നിസ്സാരമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് തന്ന ഒരു കോഡ് തന്നിട്ടുണ്ട് മക്കളെ. അത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തോട്ടോ. ആവശ്യമുള്ള ആളുകളൊക്കെ ഒന്ന് വരച്ചെടുക്കുക, വളരെ നല്ലതാണ്. 60 ഡിഗ്രി ഇത്രയും നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ എന്ത് കാണണം? റേഡിയസ് കാണണം. എന്താ കാണണം? വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ? സർക്കിളിൻ്റെ എന്ത് ചെയ്യണം? റേഡിയസ് അല്ലെങ്കിൽ ആരമല്ലേ റേഡിയസ് കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു സ്കില്ലാണ്. സർക്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആ സർക്കിളിൻ്റെ പ്രോപ്പർട്ടി ഇതാണ്. കാരണം ഇത് ഒരുപാട് ടൈപ്പിൽ ഇത് എക്സാമിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാൻ ആ പ്രോപ്പർട്ടി ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സർക്കിളിൻ്റെ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രോപ്പർട്ടി. ഓക്കെ, ഒരു സർക്കിളിൻ്റെ ഒരു കോഡ് ശ്രദ്ധിച്ചോട്ടാ, ഒരു കോഡ് അത് എവിടെയാവാം? കോഡ് ഇഷ്ടം പോലെ കോഡ് വരക്കാം. ഏറ്റവും വലിയ കോഡിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഒരു കോഡ് വരച്ചു. ഈ കോഡിനെ നിങ്ങൾ സെൻറ്റർ ഓഫ് സർക്കിളില്ലേ, ഈ കോഡിനെ ഈ അറ്റം, ഈ കോഡിൻ്റെ 2 ബിന്ദുക്കൾ എ ആണെന്നും ബി ആണെന്നും വിചാരിച്ചോ. ഈ എയിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ സെൻറ്റർ റേഡിയസിൽ കൂടെ കറക്റ്റ് കൊണ്ട് സെൻറ്ററിൽ കൂടെ തന്നെ പോകണട്ടോ. അത് മാറിപ്പോയാൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവില്ല. ഏതെങ്കിലും സർക്കിളിൻ്റെ ഒരു പോയിന്റിലോട്ട്, സെൻട്രലിൽ കൂടെ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഒരു പോയിന്റ്. അപ്പോൾ സർക്കിളിൻ്റെ ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്നും ഈ ബിയിലേക്ക് അതേ ബിയിലോട്ട് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് പ്രൂവ്ഡ് റിസൾട്ടാണ്. ഞാൻ റിസൾട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് ടൈമില്ല. സോ ആവശ്യമുള്ളവർക്ക് തിയറി മുന്നത്തെ കാണാം. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ബി എന്ന് പറയുന്ന പോയിന്റ് 90 ഡിഗ്രി ആയിരിക്കും 100%. എപ്പോഴും സെൻട്രയിൽ കൂടെ പോകണം എന്നുള്ളത് നിർബന്ധമാണ്. സെൻട്രൽ പോയിന്റ് കൂടെ പോകണം. ഇതേ ടെക്നിക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ അസ്യൂം ചെയ്തോ ഇതാണ് സെൻറ്റർ എന്ന് അസ്യൂം ചെയ്തോ. ഈ ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ കോഡിൽ നമ്മൾ കളിക്കുന്നു. അപ്പോൾ ഇത് എ ആക്കാം, ഇത് ബി ആക്കാം, ഇത് സി ആക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ അത് ആ സെൻറ്ററിലൂടെ തട്ട പോയി ആ ഒരു സർക്കിളിൻ്റെ വേറൊരു പോയിന്റിൽ ഇടിച്ച് എന്നിട്ട് അതേ ബിയിലോട്ട് തന്നെ വന്നു. ഈ പോയിന്റ് നമുക്ക് എത്രയാണെന്ന് പറയാം? 90 ഡിഗ്രി ആണെന്ന് പറയാം. ആംഗിൾ ബി നമുക്ക് എന്തെന്ന് പറയാം? 90 ഡിഗ്രി ആണെന്ന് പറയാം. എ ബി സി, ഇത് ഡി ആണ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബി ഡി, ആംഗിൾ എ ബി ഡി നമുക്ക് എന്ത് പറയാം? 90 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വീണ്ടും സർക്കിളിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. അതായത് ഒരു കോഡിൽ നിന്ന് അതേ പോയിന്റിലോട്ട് ഒരു ആംഗിൾ വരച്ചു, അത് 60 ആണ്. ഇനി ഇവിടുന്ന് എത്ര എണ്ണം വരച്ചാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളിതാ ഇതല്ലേ ഇങ്ങനെയല്ലേ, അതായത് ഇങ്ങനെ വരക്കാം, മൾട്ടിപ്പിൾ കേസ് വരക്കാം. ഒരേ കോഡിൽ നിന്ന് ഡിഫറെൻറ്റ് ആംഗിൾസ് വേറെ സർക്കിളിൻ്റെ ഒരു മൂല മീൻസ് സർക്കിളിൻ്റെ ഒരു എഡ്ജിൽ തട്ടിയിട്ട് ഇഷ്ടം പോലെ നമുക്കിതുപോലെ വരക്കാം. ഇങ്ങനെ വരച്ചാലും എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് 60. സോ ഷുവർ. ഇതെന്താണ്? കണ്ണും ചൂമ്പിയിട്ട് എഴുതാം. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ഓൾറെഡി സർക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർ നോട്ട് ചെയ്യാം. അപ്പോൾ 60 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടെണ്ണം സാറേ 60 ആയി, ഇത് 90 ആയി. ഇനി നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്? നമുക്ക് 90 ഡിഗ്രീൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്യാൻ 3 കാര്യങ്ങളുണ്ട്. സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്. ഇതിൻ്റെ ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചോ. ആവശ്യമുള്ള ആളുകളൊക്കെ ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചോ. ഷോർട്ട് കട്ട് എന്താ വെച്ചാലേ ഈ 3 അറിയണം. എക്സാമ്പിൾക്ക് ഒരു കുട്ടി S equal to O by H, C equal to A by H, tan equal to O by A. ഇത് നിങ്ങൾ തൽക്കാലം ഇങ്ങനെ പഠിച്ചു വെക്കുക. വേറെ ഇതിനൊരു ഷോർട്ട് കട്ടൊന്നുമില്ല. ഏറ്റവും ഷോർട്ട് കട്ടാണ് പോയത്. അതിൽ വേറെ നമുക്കൊരു ഡിസൈനിങ് ആയിട്ട് ഇനിയിപ്പോൾ സച്ചിന അങ്ങനൊന്നും പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ട. ഇതിങ്ങനെ തന്നെ പഠിക്കാം. എസ് എന്ന് പറഞ്ഞാൽ സൈൻ എന്നാണ് കേട്ടോ. O എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാ. H എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ്. C എന്ന് പറഞ്ഞാൽ കോസ് ആണ്. A എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡാണ്. H എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് ആണ്. T എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. O എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ്. A എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡാണ്. ഇതാണ് ഒരു ഐഡിയ. അപ്പോൾ S എന്ന് പറഞ്ഞാൽ O by H, C എന്ന് പറഞ്ഞാൽ A by H, ടാൻ എന്ന് പറഞ്ഞാൽ O by A. ക്ലിയർ? ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിലൊരു കളി കളിക്കാൻ പോവാണ്. കാരണം നമുക്കറിയാം
ഒരു ട്രയാങ്കിൾ മീൻസ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ട്രയാങ്കിൾ എ ഡി ബി. ട്രയാങ്കിൾ എ ഡി ബി. ആ ട്രയാങ്കിൾ എ ഡി ബിയുടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഒരു സൈഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് 90 ഡിഗ്രി ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് വെച്ച് അപ്ലൈ ചെയ്യാം. എന്നാൽ ഈ മെത്തേഡ് ഉപയോഗിച്ചും കൊണ്ട് ഒരു ആംഗിളും ഒരു സൈഡും കണ്ടാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സൈഡും ഒരു ആംഗിളും നമുക്ക് ഗിവൺ ആയിട്ട് തരാം. അതായത് 90 ഡിഗ്രി ആണോ ഒരു ആംഗിൾ, പിന്നെ വേറൊരു ആംഗിൾ നമുക്ക് തരിക. അതുപോലെ തന്നെ ഒരു സൈഡ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചും കൊണ്ട് 100% കാണാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ട്രയാങ്കിൾ എ ഡി ബിയിൽ നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം, ഇപ്പോൾ 60ന്റെ കേസാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് നമുക്ക് അറിയാം. അതുപോലെ നമുക്ക് കാണേണ്ടത് എന്താണോ അത് കാണാം. കാണേണ്ടത് എന്താണ്, എ ഡി കാണാം. കാരണം എ ഡി ആണ് ഡയമീറ്റർ. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ ഡി കാണാൻ വേണ്ടി ഓപ്പോസിറ്റും ഇതും കൂടി വരുന്നത് എന്ത് വരാം. അപ്പോൾ ഇതിൽ ഏതെടുക്കും, ഓപ്പോസിറ്റ് ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഏതെടുക്കാം, സൈൻ 60 ആണ് സാറേ ഇവിടെ ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാൻ ഇവിടെ എടുത്തോട്ടെ. ഓക്കെ, അപ്പം ഞാൻ എടുക്കുന്ന സൈൻ 60 ഡിഗ്രി കാണുന്നില്ലേ, സൈൻ 60 ഡിഗ്രി. അപ്പോൾ സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്, 3 സെന്റിമീറ്റർ ആണ്. അപ്പം ഞാൻ എ ബി എന്നൊന്നും എഴുതണം, ഫസ്റ്റ് സ്റ്റെപ്പ് ആയ കാരണം നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ആയിക്കോട്ടെ, എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ ഡി. ഇനി സോ സൈൻ 60 ഡിഗ്രി എ ബി നമുക്കറിയാം മക്കളെ 3 ആണ്. എ ഡി നമുക്കറിയില്ല, എ ഡി കണ്ടുപിടിക്കാം. ഓക്കെ, ഡിവിഷൻ എ ഡി ഇങ്ങോട്ട് വന്നാൽ എന്താവും, ഇൻറ്റു എ ഡി ആയി. അപ്പോൾ 3 എത്രയായി, സൈൻ 60 ഡിഗ്രി ആയി. നീ എല്ലാവർക്കും അറിയുന്നത് എന്താ വെച്ചാൽ സൈൻ 60 ഡിഗ്രി എന്താ അറിയാം എന്താണെന്നുള്ളത് മുൻകൂട്ടി നമുക്ക് അറിയാമെന്നുള്ളതാണ് നമുക്കൊരു കാര്യം. അപ്പോൾ സൈൻ 60 ഡിഗ്രി ആണ് √3/2. ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ ഓൾറെഡി തിയറിയിൽ നിങ്ങൾക്ക് വരച്ച് തന്നിട്ടുണ്ട്. ആ തിയറി നിങ്ങളൊന്ന് പഠിക്കുകയാണെങ്കിൽ ഒന്ന് എളുപ്പമായിരിക്കും. ഓക്കെ, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത ടൈം കളയുന്നില്ല, ഇതിൻ്റെ പാർട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ മുന്നത്തെ പാർട്ട് തിയറി ഒന്ന് കണ്ടോളും. ഓക്കെ, അപ്പോൾ എ ഡി ഈക്വൽ ടു 3 സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം, എ ഡി ഈക്വൽ ടു 3/√3/2. ശ്രദ്ധിക്കുക, ഈ 2 താഴത്തോട്ട് പോകാന്ന് പറഞ്ഞത് മേലേക്ക് ക്ലൈംബ് ചെയ്യും. അങ്ങനെ ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഇവിടെ കാണിക്കണ്ട, ബോർഡ് വിസിബിൾ അല്ല. എ ഡി ഈക്വൽ ടു ഇവിടെ കാര്യം പറയാനുണ്ട്, കാരണം കുറേ പേര് തെറ്റിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഈ 2 താഴത്തേക്ക് വിടാൻ പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും. പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും, 3 ഇൻറ്റു നേരെ തിരിയാന്ന് 2/√3 ആവും. അപ്പോൾ 3 ഇൻറ്റു 2 എന്താവും, 6/√3 ആവും. ഓക്കെ, എ ഡി എന്ന് പറഞ്ഞാൽ 6/√3. ഓക്കെ, ഇതാണ് നമുക്ക് എ ഡി കിട്ടുക. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എ ഡി ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു കാര്യം, താഴത്ത് സാറ് √3 വരാൻ പാടില്ല, ഇറാഷണൽ വാല്യൂ വരാൻ പാടില്ല. അതിന് നമ്മൾ എന്താ ചെയ്യാറ്, √3 ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, 6√3. √3 ഇൻറ്റു 3 എത്രയാണ്, 3 ആണ് വരിക. നമുക്ക് ഓൾറെഡി √3 സ്ക്വയർ ആണ്. 6ഉം 3ഉം ക്യാൻസൽഡ് ആവും. 6ഉം 3ഉം ക്യാൻസൽഡ് ആയി എത്ര വരിക, നമുക്ക് കിട്ടുക 2√3 ആണ് നമുക്ക് കിട്ടുക. എത്ര കിട്ടുക, 2√3 കാണാല്ലേ, 2√3. ഈ 2√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എ ഡി ആണ് നമുക്ക് 2√3 കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഹാഫിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, അതിൻ്റെ സർക്കിളിൻ്റെ എന്ത് പറയുന്നത്, ഡയമീറ്റർ അല്ലേ, നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി എത്ര വരുമോടാ, √3. ഫൈനൽ ആൻസർ എന്താണ്, √3 ആണ് ഫൈനൽ ആൻസർ. ആഡ് 2√3 ആണ്, അതിൻ്റെ പകുതിയാണ് √3. √3 ആണ് നമ്മളെ ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസുകളാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാണ്ടാവും. ദ പിക്ചർ ബിലോ ഷോസ് പാർട്ട് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ പാർട്ടാണ്, ഒരു സർക്കിളിന്റെ ഒരു കഷ്ണമാണ് തന്നിട്ടുള്ളത് അല്ലേ. ആ സർക്കിളിന്റെ കഷ്ണം ഞാൻ എൻ്റെ രീതിയിലൊന്ന് വരക്കട്ടെ, ഒന്ന് വരച്ചോട്ടെ. ഒരു സർക്കിളിന്റെ കറക്റ്റ് അല്ല, നമ്മളെ സർക്കിളൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു അഡ്ജസ്റ്റ്മെന്റ് സർക്കിളാണ്. നിങ്ങൾ അടിപൊളിയിൽ സർക്കിൾ വരക്കുക. ഓക്കെ, ശരി. ഇവിടുത്തെ ഒരു ആംഗിള് യെസ്, ഇത് 140 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഞാൻ ഈ ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വൃത്തിയുള്ള സർക്കിൾ, അപ്പോൾ ഞാൻ ഇതാണ് വായിക്കാം, അത് വേണ്ട, ഞാൻ നല്ലൊരു സർക്കിൾ ഉണ്ട് വരക്കാം. ഓക്കെ, ശരി മക്കളെ. അപ്പോൾ ഞാൻ നല്ലൊരു വൃത്തിയുള്ള ഒരു സർക്കിൾ വരച്ചു, കുഴപ്പമില്ല കേട്ടോ, നമ്മളെ വൃത്തിയാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ശരി, ഞാനിതാ ഇവിടെ ഒരു ലൈൻ, ഇവിടെ ലൈൻ, ഈ ആംഗിൾ അല്ലേ 140, ഈ ലൈൻ അല്ലേ 140. ഓക്കെ,
ഇങ്ങനെയല്ലേ കിടക്കുന്നത്. ഇപ്പം ഇത് ഞാൻ അഡീഷണലി ജോയിൻ ചെയ്താണ്, ഈ പാർട്ട് ഞാൻ അഡീഷണലി ജോയിൻ ചെയ്ത് സർക്കിളാക്കി. സർക്കിളിൻ്റെ ഒരു പാർട്ട് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ശരി, നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ സർക്കിളിൻ്റെ സെൻറ്റർ ഞാനിവിടെ പിടിച്ച്, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് അസ്യൂം ചെയ്തു, ഞാൻ കണ്ടുവച്ചു. ഓക്കെ, ഞാൻ ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഈ വരച്ചിട്ടില്ലേ, ഈ ഡോട്ടഡ് ലൈൻ വരച്ചിട്ടില്ലേ, ഈ ഡോട്ടഡ് ലൈന് ഇതിനെ നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിക്കുന്നു. ഏത് കോഡിൻ്റെ രണ്ട് എൻഡിൽ നിന്ന് ഞാൻ അതിന് പേരൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ വെറുതെ എ ബി ആണ് കൊടുത്തോ, എ ബി കൊടുത്തോ, എ ബി. ഈ കോഡിൻ്റെ രണ്ട് എൻഡിൽ നിന്ന് ഞാൻ ഇവിടുത്തെ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ലൈന് വരച്ചാൽ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്തൊരു കാര്യം എന്താ വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത് ക്വാഡ്രിലാറ്ററലാണ്, 4 വശം 1 2 3 4. ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സുകൾ എന്തായിരിക്കും, എന്തായിരിക്കും 180 ആയിരിക്കും. രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് സമ്മ് ചെയ്ത 180 ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് എത്ര വരും, 40 ഡിഗ്രി വരും അല്ലേ, 40 ഡിഗ്രി വരും അല്ലേ. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ വേറൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ പഠിച്ചു, ഏതൊരു കോഡിലും നമ്മൾ വരക്കുമ്പോൾ ഈ ആംഗിൾ ഓട്ടോമാറ്റിക്കിന് എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആവും നമുക്കറിയാം. ഇത് ഓപ്പോസിറ്റ് സൈഡ് 180 + 40 എത്ര ആയിരിക്കും, 180 ആയിരിക്കും. ഓക്കെ, അങ്ങനെ കിട്ടി. ഇത് ഓൾറെഡി ഗിവൺ എത്ര സെൻറ്റിമീറ്റർ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 8 സെൻറ്റിമീറ്റർ അല്ലേ, 8 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ നമ്മളെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, പിക്ചർ ബിലോ ഷോ പാർട്ട് ഓഫ് സർക്കിൾ, വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് സർക്കിൾ. റേഡിയസ് ഓഫ് സർക്കിൾ കാണാനാണ്. അപ്പോൾ റേഡിയസ് ഓഫ് സർക്കിൾ എന്നാൽ ഈ ലെങ്ത് ആണ്, അതായത് ഈ ഡയമീറ്ററിൻ്റെ പകുതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ആംഗിൾ ബി നമുക്കറിയാം. അപ്പോൾ ABCD ആണ്. വെറുതെ കുറച്ച് ലെറ്റർ ഒക്കെ കൊടുക്കുക, ABCD. ഇഷ്ടമുള്ള ലെറ്റർ ഒക്കെ നിങ്ങൾ കൊടുത്തോ, നോ പ്രോബ്ലം. ഇനി ഏത് ഉപയോഗിക്കാം, ഇവിടെ 40 ഡിഗ്രി ആണോ 140. അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ എക്സാമിന് ഇത്തരത്തിലുള്ള പ്രോബ്ലം തരുമ്പോൾ ഇവിടെ 40 ഉണ്ട്, 140 ഉണ്ട്, 45 ആണെങ്കിൽ നമുക്ക് വേറെ ട്രിക്ക് ഉപയോഗിക്കാം അല്ലേ. ഇതിപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ ഈ 140 40, അപ്പോൾ ഈ കേസിലൊക്കെ 40 ഡിഗ്രി സൈൻ 40 ഡിഗ്രി ഒക്കെ നമുക്ക് ഗിവൺ ആയിട്ട് തരും. അപ്പോൾ ക്വസ്റ്റ്യനിൽ തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ഞാൻ ആദ്യം ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുണ്ടാവില്ല, ഷുവറായിട്ടും ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഞാനിവിടെ സൈൻ 40യുടെ വാല്യൂ ഞാനിവിടെ എഴുതാം. ഇപ്പോൾ രണ്ട് വാല്യൂസ് ഒക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ തരും കേട്ടോ ക്വസ്റ്റ്യനിൽ. സൈൻ 40 ആണ് നമുക്ക് ഇവിടെ നീഡ്. സൈൻ 40യുടെ വാല്യൂ വരുന്നത് 0.6428. ഇതൊന്നും നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം, മീൻസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ട് തരും. ശരി, ഇനി ഇവിടെ ഈ 40ക്ക് ഓപ്പോസിറ്റ് 8 സെന്റ് തന്ന വാല്യൂം തരാത്തതുമാണല്ലോ എടുക്കേണ്ടത്, കിട്ടേണ്ടതാണല്ലോ എടുക്കേണ്ടത്. തന്ന വാല്യൂം കിട്ടേണ്ടതും. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് എന്ത് പറയാം, അപ്പം നമുക്കിവിടെ സൈൻ 40 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ്. ഞാൻ സിംപിൾ 8 സെൻറ്റിമീറ്റർ എഴുതട്ടെ. 8 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ AB ആണ്. ഞാൻ 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി അറിയേണ്ടത് എന്താ, AD ആണ് സാറേ. സൈൻ 40 എന്താ മക്കളെ, ഈ AD നമുക്ക് ജനറലി AD നമുക്ക് 2R എന്ന് പറയും. ഇവിടെ 2R റേഡിയസിൻ്റെ ഡബിൾ അല്ലേ, ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഒരു R + ഒരു R നമുക്ക് 2R ആണെന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2R ആണെന്ന് പറയാം. അപ്പോൾ 2R എന്ന് ഞാൻ കൊടുക്കുന്നു, സിംപ്ലി 2R. ഈ താഴത്തുള്ള 2R ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, സിംപ്ലി 2R അങ്ങോട്ട് കൊടുന്ന്, അല്ലെങ്കിൽ സൈൻ 40യുടെ വാല്യൂ ഇവിടെ കൊടുത്തോ, സൈൻ 40 0. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാൽക്കുലേഷൻ. 280 = 8/2R. ഈ ഡിവിഷൻ R ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിംപ്ലി R = 8/2 × 0.6428. അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ സാധാരണ നോർമലി നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് ഈ 2ഉം 4ഉം ക്യാൻസൽഡ് ആയി. അപ്പോൾ R = എത്ര വന്നു, 4/0.6428. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. ഡിവിഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 6.2 സെൻറ്റിമീറ്റർ ആണ്. കാരണം സെൻറ്റിമീറ്ററിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതാണ് നമുക്ക് കിട്ടിയ 6.2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പ്രശ്നം, എന്തുകൊണ്ടാണ് സാറേ മുന്നത്തെ കേസിൽ സാർ AD എന്നാൽ AD മാറ്റി QR ആക്കി, എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ സപ്പോസ് AD എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇപ്പോൾ 2 ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് AD എഴുതാം. എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടിൻ്റെ പിന്നെ എന്ത് ചെയ്താൽ മതി, പകുതി എഴുതിയാലും മതി. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തില്ലേ, അതേപോലെ എന്നിട്ട് അതിൻ്റെ പകുതി എഴുതിയാലും മതി. അത് നിങ്ങളെ ചോയ്സാണ്. ഞാനിവിടെ 6 കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട. അപ്പോൾ /2 ഓൾറെഡി ഇവിടെ തന്നെ വരുന്ന കാരണം നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, AD കിട്ടിയ റിസൾട്ട്, AD എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും, ആ ഡയമീറ്ററിൻ്റെ പകുതി എഴുതിയാലും
റിസൾട്ട് മതി. അത് ലോജിക്കാണ്. നിങ്ങൾ ഐഡിയയിൽ നിങ്ങൾ ഇതിൻ്റെ ലോജിക്കാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനല്ല, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലും പ്രോബ്ലം വരുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പ്രോബ്ലം ഇതാണ് സോൾവ് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയില്ല. ഏതൊരു പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഐഡിയ മനസ്സിലാക്കി വേറൊരു പുതിയ പ്രോബ്ലമോ ഈ സെയിം പ്രോബ്ലമോ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ പ്രോബ്ലം കൊണ്ടുപോകുന്നത്, ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എ മാൻ 1.5 മീറ്റർ, എന്ന് ഉദ്ദേശിക്കുന്ന മീറ്റർ ആണ്, ടോൾ സ്റ്റാൻഡിങ് 20 മീറ്റർ എവേ ഫ്രം എ ട്രീ, സി ദി ടോപ്പ് ഓഫ് ദി ട്രീ അറ്റ് എൻ ആംഗിൾ ഓഫ് എലിവേഷൻ 50 ഡിഗ്രി. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ? ഇത് എക്സാമിന് മേബി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നിരുന്നാലും ഒരു ബേസിക് ട്രിഗണോമെട്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ സ്റ്റഡിക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇതേ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ട്രിഗണോമെട്രിയുടെ പാർട്ട്. ഓക്കെ, ഹയർ സെക്കൻഡറി ഒക്കെ നമുക്ക് വളരെ എളുപ്പമാണ് പഠിക്കാൻ. 10ാം ക്ലാസ്സിനെക്കാട്ടി ഏറ്റവും സിമ്പിളാണ് +1 +2 പഠിക്കാൻ കേട്ടോ. ആരും ടെൻഷൻ ആവേണ്ട അതിനെ കുറിച്ചിട്ട്, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പിക്ചർ വരച്ചിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് 1.5 ആണ്. ഒരു മരം, ഫസ്റ്റ് ഞാനൊരു മരം വരക്കാം. ഓക്കേടാ, ഇവിടെ ഒരു സൈഡിൽ വരക്കാം. ഓക്കെ, ഇതാണ് ഒരു ട്രീ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ട്രീ ആണ്. യെസ്, അടിപൊളി അടിപൊളി. ഓക്കെ, നിങ്ങൾ അടിപൊളി ട്രീ വരച്ചോ കേട്ടോ. ഞാനൊരു സിമ്പിൾ ട്രീ ആണ് വരച്ചിട്ടുള്ളത്. ആ ട്രീയുടെ എ മാൻ 1.5 മീറ്റർ ടോൾ സ്റ്റാൻഡിങ്. ഓക്കെ, സ്റ്റാൻഡിങ്. അപ്പോൾ മരം ഇതാണ് കേട്ടോ. മരത്തിൻ്റെ കടഭാഗം എന്ന് പറയില്ലേ, അടിഭാഗം, ഇത് ബി. ഓക്കെ, ഞാനൊരു ലെറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ ഒക്കെ കൊടുക്കാം. എ എന്ന് കൊടുക്കാം. ഫസ്റ്റ് ബി എന്ന് കൊടുക്കണം. എ എന്ന് കൊടുക്കാം. എ എന്ന് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിനെ ഞാൻ ബി എന്ന് കൊടുക്കും. ഓക്കെടാ. ഓക്കെ, മരം കറക്റ്റ്. ഇനി ഒരു മനുഷ്യൻ അല്ലെ, ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ഹൈറ്റ് അത് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം. ഇപ്പോൾ ഒരു ഏകദേശം എന്താ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, ആയിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ. അത് 1.5 മീറ്ററാണ്. ഇപ്പോൾ 1.5 മീറ്റർ. ഇപ്പോൾ ഒരാൾ നിന്ന് ഈ എയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് അത്രയും ഹൈറ്റ് അവനക്കുണ്ട്. ആ ഹൈറ്റ് ഉണ്ട്. അങ്ങനെ ഹൈറ്റ് അത് അവൻ എത്രയാണ്? 20 മീറ്റർ പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. 20 മീറ്റർ. അപ്പം ഞാൻ 20 മീറ്റർ ഓക്കെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ 20 മീറ്ററാണ് അവൻ മാറി നിൽക്കുന്നത്. ഓക്കെ, ഇത് മതി. ഒരു 20 മീറ്റർ നമുക്ക് ഇത്രയും മതി. ഇനി അവൻ എന്ത് ചെയ്യുന്നുണ്ടാ വെച്ചാൽ, അപ്പോൾ ആള് നിൽക്കുമ്പോൾ ഷുവറാണ് അവൻ്റെ കണ്ണുകൾ ഇവിടെ ആവും. 2 കണ്ണുകൾ ഈ ഭാഗത്തായിരിക്കും. കാരണം ഇവിടെ നിന്നാണല്ലോ അവൻ നിൽക്കുന്നത്. അവൻ്റെ കാല് ഇവിടെയാണ് അല്ലേ. അപ്പോൾ അവൻ നിൽക്കുന്നത് കണ്ണ് ഇവിടെയാണ്. ഈ കണ്ണിൽ നിന്ന് അവൻ നോക്കുകയാണ് എവിടേക്ക്? അതിൻ്റെ ടോപ്പിലോട്ട് അല്ലേ, ആ ട്രീയുടെ ടോപ്പിലോട്ട്. ആ ടോപ്പിലോട്ട് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, ആ ടോപ്പ് അത് എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ ഇവിടെയാണ് 50 ഡിഗ്രി വരുന്നത്. നമ്മളോട് ചോദിച്ചത് ട്രീയുടെ ഹൈറ്റ് എത്രയാണെന്നുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ എ ബി ഇതിനെന്ത് കൊടുത്തു? ഇത് സി കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള ലെറ്റർ കൊടുത്തോ. ഡി ഇ ഇഷ്ടമുള്ള ലെറ്റർ കൊടുത്തോ, കുഴപ്പമില്ല. ഇപ്പം നമുക്കറിയേണ്ടത് ഈ ബി സി എന്ന് പറയുന്ന അകലാണ് നമുക്ക് കാണേണ്ടത്. ബി സി ആണ് കാണേണ്ടത്. അപ്പോൾ ബി സി കാണാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. 50 ഡിഗ്രി ഉണ്ട്. ഓപ്പോസിറ്റ് കൺസിഡർ ചെയ്യണം. കാരണം ഇത് കാണണം. ഒരെണ്ണം അറിയണത് ഈ ഓപ്പോസിറ്റും ഹൈപ്പോട്ടിന്യൂസും എടുക്കരുത്. കാരണം എന്താ, ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് അറിയുന്ന വാല്യൂ ആയിരിക്കണം. അപ്പോഴാണ് സിംപ്ലിഫിക്കേഷൻ റിസൾട്ട് കിട്ടുള്ളൂ. ടാൻ 50 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റും അഡ്ജസൻറ്റും ടാൻ സാറേ ആ ടാൻ 50 ഡിഗ്രി എവിടെ പോയി? അത് ഞാൻ തരാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്താ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാം അല്ലേ, ഡി സി. അപ്പോൾ ടാൻ 50 ഡിഗ്രി സാറേ എവിടെ പോയി? ഇതാ ടാൻ 50 ഡിഗ്രിയുടെ വാല്യൂ ഞാൻ പറയാം. അത് മിക്കവാറും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഈവണായിട്ട് തരും ചെയ്യും കേട്ടോ. അപ്പോൾ ടാൻ 50 ഡിഗ്രി 1.1918 ബി സി നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഡി സി 20 ഒക്കെ മീറ്ററിലാണ് കേട്ടോ. ഓക്കെ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ബി സി അവിടെ നിർത്തിയാൽ 20 ഇങ്ങോട്ട് വരും. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 20 × 1.1918 ഈക്വൽ ടു ഡി സി. ടോട്ടലി 20നെ 1.1918 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് 23.83. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടും കേട്ടോ. മൾട്ടിപ്ലിക്കേഷനൊക്കെ അറിയുന്നു വിചാരിക്കുന്നത്. ബി സി. അപ്പോൾ ഈ ബി സി എത്ര കിട്ടി? 23.83 മീറ്റർ. 3 മീറ്റർ മീറ്ററിലാണല്ലോ സ്കെയില്. അപ്പോൾ ടോട്ടൽ, കാരണം ഒരു ട്രീ എന്ന് പറഞ്ഞാൽ ട്രീ എന്താ? ട്രീ ഈക്വൽ ടു എന്താ വരുന്നത്?
എ സി പ്ലസ് എന്താണ് ബി സി ആണ്. ആ ട്രീ കംപ്ലീറ്റ്. അപ്പോൾ ആ രണ്ട് കംപ്ലീറ്റ് ആണ്. ട്രീ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ട്രീയുടെ കടഭാഗം എവിടെയാണ്? ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ കട അവിടെ നിന്നിട്ടാണ് നിൽക്കുക, ആ ഹൈറ്റാണ് വരിക കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 പ്ലസ് 23.83. അപ്പോൾ ടോട്ടൽ കിട്ടാൻ നമുക്കിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25.33 മീറ്റർ. 25.33 മീറ്റർ. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണെന്നറിയാം, എന്നാലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 പ്രത്യേകം എന്താ? പ്രീവിയസ് ഇയർ ആണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ രസമാണ് ക്വസ്റ്റ്യനിൽ എന്താ വെച്ചാൽ ഏരിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡ് ചെയ്ത് കാണും. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ, ബി സി ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ സി ബി എ ഈക്വൽ ടു 130 ഡിഗ്രി. കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ എന്ത് കാണണം? ഏരിയ കാണാം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സാമിന് ഗിവൺ ആയിട്ട് പിക്ചർ തരാം, ഒരു 90% പിക്ചർ തരാം, മേ ബി പിക്ചർ തരാതെ പോവാം. ഓക്കെ, നമ്മൾ പിക്ചർ വരയ്ക്കേണ്ടതായിട്ടുണ്ട്, കാരണം പിക്ചർ വരയ്ക്കാനുള്ള എല്ലാ കണ്ടന്റ് ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെച്ചൊരു പിക്ചർ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ എ ബി സി ആണ് വരയ്ക്കുന്നത്, 130 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സി എ ബി സിയുടെ ബി സെൻട്രൽ ആംഗിൾ ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ആയ ആ സി ബി എ, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. സി ബി എ എന്നുള്ള പറഞ്ഞിട്ടില്ലേ 130 വന്നാൽ, അപ്പോൾ ബി എപ്പോഴും എന്താണ്? സെൻട്രലാണ് ആംഗിൾ വരേണ്ടത്. അപ്പോൾ നമ്മളെ പിക്ചർ ഒരു ഏകദേശം ഒരു 130ക്ക് ലെവലിലുള്ള ഒരു 130 നിങ്ങൾക്ക് ഒരു ഏകദേശം ഒക്കെ അറിയാം, ഒരു അപ്രോക്സിമേറ്റ് ഒക്കെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ മാർക്ക് ചെയ്യാണ്. എ ആണ്, ബി ആണ്, സി ആണ്. ഞാൻ ഈ ബി എങ്ങനെ 130 ആവാൻ അറിഞ്ഞ എന്താ? ആംഗിൾ ഓൾറെഡി എന്തുണ്ട്? ആംഗിൾ സി ബി എ, സി ബി സെൻട്രലിലെ ബി എ, സോ ബി എ, സി ബി എ, സി ബി എ അല്ലെങ്കിൽ എ ബി സി എന്നും പറയാം. ഓൾറെഡി ഗിവൺ സി ബി എ ആണ്. ശരി, അങ്ങനെ തന്നു. ഇനി ഇതിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ ഹൈറ്റ് കിട്ടണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഇത് ബി സി ഫൂട്ടായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ബി സി തന്നിട്ടുണ്ട്, ബി സി തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നില്ല? എ ബി തന്നിട്ടുണ്ട് 8. ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇതിൽ ഒരേ ഒരു പ്രശ്നമുള്ളൂ, ഇതിന്റെ ഹൈറ്റ് അറിയാത്ത പ്രശ്നമേ ഉള്ളൂ അല്ലേ? കാരണം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ എന്താ? ഏരിയയുടെ ഫോർമുല ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ, അതായത് ഇതിന്റെ ഹൈറ്റ് പെർപെൻഡിക്കുലർ ഹൈറ്റ്, ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നും പറയും. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 10 ആണ്, ഇൻറ്റു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഹൈറ്റ്. ഞാൻ ഇവിടെ പെർപെൻഡിക്കുലർ മാറ്റി ഹൈറ്റ് കൊടുക്കും കേട്ടോ. കുറേ പേർക്ക് ഫെമിലിയർ ഹൈറ്റ് എന്ന് പഠിച്ചിരുന്നു. ഹൈറ്റ്, ഈ ഹൈറ്റ് കിട്ടിയ സാറേ പരിപാടി ഓക്കെ. അപ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാനിതൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനെ ഞാനിങ്ങനെ കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ടോട്ടലിൽ ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഷുവറാണ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആക്കി അല്ല, ഇവിടുന്ന് കറക്റ്റ് എന്ത് ചെയ്യുക? 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കാം. ഈ ബി സി ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിനൊക്കെ പേര് കൊടുക്കുക. അപ്പോൾ എ ബി സി അല്ലേ, ഇതിന് ഡി എന്ന് കൊടുത്തു. ഓക്കെ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഇത് 90 ഡിഗ്രി. സാറേ ഈ ആംഗിൾ എത്ര വരിക? കാരണം ഇതിങ്ങനെ കംപ്ലീറ്റ് ഒരു ലൈൻ നമുക്കറിയാം. ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി 360 ആണ്. ഇതിൻ്റെ ഹാഫിന് എത്രയാണ് പറയുക? 180 ഡിഗ്രി. ഇതിലിങ്ങനെ പിടിച്ചിട്ട് ഇത് 130 ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് എത്ര ഉണ്ടാവുക? 180 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ എഴുതാം 50 ഡിഗ്രിയാണ് ഉണ്ടാവുക അല്ലേ? 50 ഡിഗ്രി. ശരിയാണ്, 50 ഡിഗ്രി. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ 50 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമ്മളെ കോൺസെപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാം. സൈൻ കോസ് ടാൻ ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിളിന് ഏതെങ്കിലും ഒരു ആംഗിൾ ഉണ്ടായിരിക്കണം 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 50 വെച്ചിട്ട്, അപ്പോൾ സൈൻ 50 വാല്യൂ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? എ ഡി ആണ് കാണേണ്ടത്. എ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എ ഡി ആണ് നമ്മളെന്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പേര് 8 സെൻറ്റിമീറ്റർ ഇതല്ല കേട്ടോ, ഇതാണ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓക്കെ, എ ഡി നമുക്ക് കാണണം. അപ്പോൾ എ ഡി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് എന്താണ്? ഗിവൺ ആയിട്ട് നമുക്ക് എന്താണ്? എ ബി ആണ് ഗിവൺ ആയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ ഭാഗം 90ക്ക് ഓപ്പോസിറ്റ് ആണ്, അതായത് എ ബി ആണ്. അപ്പോൾ എ ബി തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും വരുന്നത് എന്താണ്? സൈൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡി ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 8 ആണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി ഇവിടെ നിർത്താം. അല്ലെങ്കിൽ സൈൻ 50യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത് 0.76 ആണ്. 0.76 ഈക്വൽ ടു എ ഡി ബൈ 8. 8 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നത്. 8 ഇൻറ്റു 0.76 ഈക്വൽ ടു എ ഡി. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഡി കിട്ടുന്ന വാല്യൂ, എ ഡിയുടെ വാല്യൂ 6.08. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഡി 6.08 ആണ്. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഇതാണ് 6.08. അപ്പോൾ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ മൾട്ടിപ്ലൈ 6.08. ഏരിയയുടെ ഫോർമുല കൊടുക്കുക. 2ഉം 10ഉം ക്യാൻസൽ ആകുമ്പോൾ 5 ഇൻറ്റു
6.08 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാം 30 അല്ലേ, 30.4. ഏരിയ എപ്പോഴും നമുക്ക് പറയാം സ്ക്വയർ സെന്റിമീറ്ററിൽ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത് കൺഫ്യൂഷൻ വേണ്ട, സെന്റിമീറ്റർ സ്ക്വയർ എഴുതിയത് 10 സെന്റിമീറ്റർ ആണ്, ഇതും സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ടു സെന്റിമീറ്റർ, സെന്റിമീറ്റർ സ്ക്വയർ. സോ 30.4 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് ലെറ്ററിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഹൈറ്റ് കണ്ടുപിടിക്കുക. ഒരു ട്രയാങ്കിളിന്റെ നിങ്ങൾ മനസ്സിലാക്കിയ ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ലൈനൊക്കെ കിട്ടുമ്പോൾ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ലൈൻ കംപ്ലീറ്റ് 180 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. ഓരോ ചെറിയ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു ലൈന് ഫുൾ ഹാഫ് എത്രയാണ്, 180 ഡിഗ്രിയാണ്. അതിൽ 130 തന്നാൽ റിമൈനിങ് 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കുത്തനെ ലൈൻ വരക്കുമ്പോൾ 90 ഡിഗ്രി വരുമ്പോൾ മാത്രമാണ് സൈനോ കോസോ ടാനോ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വശം എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ മാത്രമേ എന്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, സൈനോ കോസ് ടാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5 പ്രീവിയസ് ഇയർ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, റീഡ് ചെയ്യാം. ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് 60 meters high, the angle of depression of the top and the bottom of a tower are 30 degree and 60 degree respectively. Find the height of the tower. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് 60 meter അല്ലേ, 60 മീറ്റർ ബിൽഡിംഗ് ഉള്ള ഒരു ബിൽഡിംഗ് ടോപ്പ് ഹൈറ്റ്. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി ടവർ ആർ 30 and 60 degree. നമുക്കറിയാം ടവർ ഫിറ്റ് ചെയ്യാൻ എപ്പോഴും സാധ്യത കൂടുതൽ നിലത്ത് ഫിറ്റ് ചെയ്യുന്ന ടവറുകളും ഉണ്ട്. സാധാരണ രീതിയിൽ ബിൽഡിങ്ങിന്റെ മേലെ ടവർ ഫിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ബിൽഡിങ്ങിന്റെ മേലെ ടവർ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിൽ ടവർ പോയാൽ മാത്രമാണ് നമുക്ക് സിഗ്നലിംഗ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ വലിയ ഹ്യൂജ് ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് എന്തായാലും ഫ്രീ ആയിട്ട് കിടക്കായിരിക്കും. അപ്പോൾ ബിൽഡിംഗ് ഓണേഴ്സ് എന്ത് ചെയ്യും, അത് റെന്റ് ഔട്ട് ചെയ്യും. റെന്റ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ മേലിൽ ഐഡിയോ വോഡോഫോണോ ജിയോ എന്ത് വേണമെങ്കിലും അതിന്റെ മേലെ പടുകൂട്ട് ടവർ ഉണ്ടാക്കും. അതാണ് ഉദ്ദേശം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ടവർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ആ ബിൽഡിംഗ് ഒന്നുകൂടെ വരക്കാം. ഒരു ബിൽഡിംഗ്, അപ്പൊ ഞാനൊരു ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരച്ചത്. ബിൽഡിംഗ് ഇങ്ങനെ നല്ല ഉണ്ടാവുക, നല്ല നീളത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടാവുക. ഞാനൊരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ് വരച്ചിട്ടുള്ളത് കേട്ടോ, ചെറിയൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ വലിയ ഹൈറ്റിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് വാല്യൂ മാർക്ക് ചെയ്യാനല്ലേ. ഓക്കെ, ഇതാണ് ആ ടവർ. ഈ ലൈനാണ് ടവർ. ഞാൻ ടവർ ബോൾട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുക സാധനം. ഓക്കെ, ടവറിന്റെ ടോപ്പാണെന്ന് വിചാരിച്ചു. ശരി, അതിനുശേഷം ഇനി നമ്മൾ ഇതിനൊന്നിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇതിന്റെ മുകളിലോട്ട് നോക്കുന്ന ഡിപ്രഷനും താഴോട്ട് നോക്കുന്ന ഡിപ്രഷനും പറയുന്നുണ്ട് അല്ലെ. ആംഗിൾ ഓഫ് ഡിപ്രഷനും അല്ലെ, രണ്ട് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പും ബോട്ടം ഓഫ് ദി ടവർ എത്രയാണ്, 30. ആദ്യം 30 ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, ടോപ്പാണ്. അപ്പൊ ടോപ്പ് 30. അങ്ങോട്ടോട്ട് മാറിപ്പോരുന്നിട്ട് അത് കംപ്ലീറ്റ് മാറിപ്പോയ പ്രശ്നമാണ്. താഴത്തോട്ട് നോക്കുന്നത് എത്രയാണ്, 60 ഡിഗ്രിയാണ്. അപ്പൊ താഴത്തോട്ട് അവൻ നോക്കുന്നത് 60 ഡിഗ്രിയിലാണ് നോക്കുന്നത്. അപ്പൊ താഴത്തോട്ട് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ അവൻ നോക്കുന്നത് താഴത്തോട്ട്. അപ്പൊ ഇത് എത്രയാണ്, ഇത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ബിൽഡിങ്ങിന്റെ ഹൈറ്റിനെ നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് നമുക്ക് സൂചിപ്പിക്കാം. ഞാൻ ലെറ്റേഴ്സ് കൊടുക്കുന്ന A കൊടുക്കാം, B C D E. ഇത്രയും കോർണേഴ്സ് ആണ് ABCD കൊടുത്തു, അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, അതങ്ങനെ കൊടുത്തു. നമുക്ക് വേണ്ടത് എന്താണ്, ഈ ടവറിന്റെ ഹൈറ്റ് അല്ലേ പറഞ്ഞിട്ടില്ലേ, ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ഈ സി ഇതാണ് H, സി എന്ന് പറയുന്നതാണ് നമുക്ക് കാണേണ്ട ഹൈറ്റ് കാണേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്താൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. ഇതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കാരണം ആൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾ ഇവിടെ 60 ആണെങ്കിൽ ഇത് എന്തായിരിക്കും, 60 ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രൂഫ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തിയറിയിലും തോന്നുന്നു. ഓക്കെ, 60 ഇത് 60 ആയിരിക്കും. ഓക്കെ, എന്തോ ആവട്ടെ. നെക്സ്റ്റ് വേറെ ഇതിങ്ങനെ കിട്ടും. ഇതിൻ്റെ ഹൈറ്റ് ഓൾറെഡി എത്ര പറഞ്ഞാൽ 60 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 60 മീറ്റർ ഹൈറ്റ് ഉള്ള ആ ബിൽഡിംഗ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇതിൽ നമ്മൾ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് തിയറി പറഞ്ഞതില്ല. തിയറി ഇപ്പോൾ ഈ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റിൽ നമുക്കിത് ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾ നോക്കാം, ഇത് 30 ഡിഗ്രിയും ഇത് 90 ഡിഗ്രിയും അല്ലേ. ഇതൊരു ഓപ്ഷൻ ഇട്ടാ. ഞാൻ ചോദിക്കുന്നത് ഇത് എത്രയാണ് ആംഗിൾ, ഇത് 90 ഡിഗ്രി. ഇത് 60യും ഇത് 90യും ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് എത്രയാവും, 30 ഡിഗ്രി ആവും. അപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു 90 സാറേ 60 ഇത് എത്രയാണ് 30 അല്ലേ. ഇതിൻ്റെ വാല്യൂ 60 സംഭവം 60 മീറ്റർ സിംപ്ലി 60 എന്നായ. ഇതിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു വാല്യൂ വന്നാൽ സാറേ ഈ വാല്യൂ എങ്ങനെ കാണാമെന്ന് ഞാൻ സിമ്പിൾ ഫംഗ്ഷൻ പറഞ്ഞത്. എങ്ങനെ ഇത് നമ്മൾ നോക്കിയത് 30 60 ഇതെങ്ങനെ പറയുന്നത് 30 60 90. അതിൻ്റെ റേഷ്യോ എങ്ങനെ ഉണ്ടായിരിക്കും എന്നാ പറയുന്നത് 1:√3:2 മീൻസ് 1x √3x 2x.
ഓക്കെ, ഞങ്ങൾക്ക് പഠിപ്പിച്ച തുടക്കത്തിലെ ഇത് വെച്ചിട്ട് ഇത് ഏതിൻ്റെയാണ്? ആദ്യമുള്ളത് 30ക്ക് ഓപ്പോസിറ്റ് ആണ്, പിന്നെ 60ക്ക് ഓപ്പോസിറ്റ് ആണ്, 90ക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് എന്താണ്? 60 ആണ്, 60 ആണ്. അതായത് √3x എത്രയാടാ? √3x 60 ആണ്. അങ്ങനെയെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്ര വരും? 60/√3. x 60/√3. ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, താഴത്തെ √3 ആണ്. √3 എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്? √3 മുകളിലും കൊടുക്കുക, താഴെയും കൊടുക്കുക. അപ്പോൾ എന്ത് വരും? അപ്പോൾ x എത്ര വരും? 60√3. √3 3 ആണ്. 3യും 60യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 60ൽ എത്ര 3 ഉണ്ട്? 20 എണ്ണം ഉണ്ട്. 3 ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 20√3. അപ്പോൾ നമ്മളെ x എത്ര കിട്ടി? 20√3 ആണ് നമ്മളെ x കിട്ടിയത്. ആ x എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പൊ നമുക്ക് ഈ എക്സ് ഇതിലിപ്പോൾ എക്സ് ഇപ്പൊ നമുക്ക് ഏതായിട്ട് എടുക്കാം? ഇപ്പോൾ ഇതാണെങ്കിൽ ഈ കേസ് ആണെങ്കിൽ ഈ എ ബിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കോൺസെപ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? 30ക്ക് ഏറ്റവും ചെറിയ ഓപ്പോസിറ്റ് ആണ് 1 ഇൻറ്റു എക്സ്. സിംപ്ലി 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയാം. ശരി, ആ ഭാഗം എക്സ്. പിന്നെ ഇതിൻ്റെ എത്ര കിട്ടുന്നത്? ഇത് 2x ആണ്. നമുക്കിവിടെ 2xൻ്റെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, ഈ എക്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ എക്സ് ഇപ്പോൾ കിട്ടിയത് 20√3 ആണ്. അപ്പോൾ ഇത് 20√3 ആണെങ്കിൽ ഇതേ ലെങ്ത് തന്നെയല്ലേ ഇവിടെയും വരും? ശ്രദ്ധിക്കണം കേട്ടോ, 20√3. കാരണം എ ബിയുടെ അതേ ലെങ്ത് അല്ലടാ DC. അപ്പോൾ ഞാൻ 20√3 കൊടുത്തോട്ടെ. പിന്നെ എഗെയിൻ നിങ്ങൾ നോക്കുക, അതായത് വീണ്ടും ഇതേ ടെക്നിക്ക് 90 60 30. അതായത് 60ക്ക് ഓപ്പോസിറ്റ് ആണ് 20√3, 60ക്ക് ഓപ്പോസിറ്റ് ആണ് √3x. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കാം, √3x = 20√3, x = 20√3/√3. √3 ക്യാൻസൽ, x = 20 മീൻസ് 20 മീറ്റർ. അപ്പോൾ x എന്ന് പറയുന്നതാണ് നമ്മളെ ഹൈറ്റ്. കാരണം 30ക്ക് ഓപ്പോസിറ്റ് ആണ് x. അതുകൊണ്ട് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൈറ്റ് എന്താണ്? x ആണ്. x എത്ര കിട്ടി? 20 മീറ്റർ കിട്ടി. അപ്പോൾ ടോട്ടൽ എന്താണ് ക്വസ്റ്റ്യൻ? നമ്മൾ എന്താണ് ചോദിച്ചത്? ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ടോട്ടലി ബിൽഡിംഗ് കൂടി കൂട്ടേണ്ടി വരും. കാരണം ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഒരു ടവർ വരാൻ സാധ്യത. ഈ ടവർ നമുക്ക് ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ടവർ ആണോ? ഫൈൻഡ് ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് 6 മീറ്റർ ഹൈറ്റ്, ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത് ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ടവർ അല്ല, ടവറാണ്, നിലത്തുള്ളതാണ്. അതായത് ബിൽഡിങ്ങിന്റെ ഫൂട്ട് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയുള്ള ടവറാണ് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ ടവർ ഫിറ്റ് ചെയ്യാറുണ്ട്, ബിൽഡിങ്ങിന്റെ മുകളിലും ടവർ ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ടവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റും കൂടി കൂട്ടാം. പക്ഷേ ഈ കേസിൽ ഓൾറെഡി ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ടവർ അല്ല, നിലത്തുള്ള ടവറാണ്. നിലത്തുള്ള ടവർ ബിൽഡിങ്ങിന്റെ ഫൂട്ട് എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ ടവർ സ്റ്റാർട്ട് ചെയ്യുക, മുകളിലുള്ള ടവർ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കൂടി കൂട്ടണം? ബിൽഡിങ്ങിന്റെ ഹൈറ്റും കൂടി നമ്മൾ ഇനി ആഡ് ചെയ്യുന്നു. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാടാ? 60 മീറ്റർ. 60. അപ്പോൾ ടോട്ടൽ നമുക്ക് 60 + 20 80 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് = 60 + 20 = 80 മീറ്റർ. ഓക്കെ, നിങ്ങൾ ആൻസർ ഒക്കെ എഴുതി കാണും, ഉറപ്പാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒക്കെ ഡിഫിക്കൽട്ടി എക്സാമിന് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോവുക. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾക്ക് റീഡ് ചെയ്യാം. എ ബോയ് 1.5 മീറ്റർ ടാൾ, അല്ലേ, 1.5 മീറ്റർ ഉയരമുള്ള ഒരാൾ സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ റിവർ ബാങ്ക്. ഓക്കെ, നദീതീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. See the top of the tree on the edge of the other bank at an angle of elevation 50 degree. 11 മുകളിലോട്ട്, ആ മരത്തിന്റെ മുകളിലോട്ട് നോക്കുമ്പോൾ 50 ഡിഗ്രി എലിവേഷനിലാണ് നിൽക്കുന്നത്. സ്റ്റാൻഡിങ് ബാക്ക് ബൈ 10 മീറ്റർ, അവൻ വീണ്ടും 10 മീറ്റർ ബാക്കിലോട്ട് വരുന്നു. ഹി സീസ് ഇറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ, അങ്ങനെ അവൻ ടോപ്പ് കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ 25 ഡിഗ്രിയാണ്. ഹൗ വൈഡ് ഈസ് ദി റിവർ ആൻഡ് ഹൗ ടോൾ ഈസ് ദി ട്രീ. അതായത് റിവറിൽ നിന്ന് അവൻ എത്ര മീറ്റർ വിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവനൊന്ന് കാണേണ്ടത്. അതുപോലെ തന്നെ ആ ട്രീയുടെ ഹൈറ്റുമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ നന്നായി റീഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 1-2 വട്ടം റീഡ് ചെയ്യുക. മലയാളത്തിൽ റൈറ്റ് സൈഡിലുണ്ടെങ്കിൽ മലയാളം നിങ്ങൾക്ക് റീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്നും കൂടി ഹെൽപ്പ് ചെയ്യും. ഇത്രയും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നും പറയില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പിക്ചർ വരക്കാൻ പോവാണ്. ഇതിൻ്റെ പിക്ചർ ഞാൻ ഫസ്റ്റ് വരക്കുന്നത് വെച്ചാൽ 1.5 മീറ്റർ ഹൈറ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രീ ഇവിടെ വെച്ചിട്ട് ഞാൻ ഹൈറ്റ് ആക്കാം, 1.5 മീറ്റർ ഹൈറ്റ് ആക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ലെങ്ത്ത്. അതിന് ശേഷം ഫസ്റ്റ് ഇവൻ കാണുന്നത് 1. കണ്ണാണ് കേട്ടോ. ഇവിടുന്ന് കണ്ണുമെന്നല്ലോ നോക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇവൻ്റെ കുട്ടിയുടെ ഹൈറ്റ് 1. അപ്പോൾ ഇവൻ്റെ കണ്ണുകൾ ഇവിടെയാണ്, ഇവിടുന്നാണ് അവൻ നോക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 50 ഡിഗ്രിയാണല്ലേ ഫസ്റ്റ് നോക്കുന്നത്. 50
ഡിഗ്രി. ഓക്കെ, അതിനുശേഷം അവൻ 10 മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് 10 മീറ്റർ മാറി. 10 മീറ്റർ പറഞ്ഞാൽ എന്താ ഇങ്ങോട്ട് 10 മീറ്റർ മാറിയിട്ട് അവൻ വീണ്ടും നോക്കുന്നത് അത് 25 ആംഗിളാണ് അവൻ നോക്കുന്നത് അല്ലേ. അവൻ നോക്കുന്നത് 25 ആംഗിളിലാണ് അവൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പിക്ചർ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് പേര് കൊടുക്കാം. ABCD അല്ലേ, ABCD E. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ ദഫും കൊടുക്കും, ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് കാണേണ്ടത് എന്താ വെച്ചാൽ ഇവൻ ഈ ഡിസ്റ്റൻസ് 1.5 ട്രീൻ്റെ അപ്പുറത്തുനിന്ന് റിവറിൽ നിന്ന് ഇവൻ കണ്ട് എത്ര വിട്ട് നിൽക്കുന്നു എന്നുള്ള ഒന്ന് കാണണം. അപ്പോൾ ഇത് നമുക്ക് X ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതുപോലെ ട്രീയുടെ ഹൈറ്റ് കാണണം 1.5 മീറ്റർ പ്ലസ് CE കാണണം. ഈ CE ആണ് ഹൈറ്റ്. ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ആയിക്കോട്ടെ. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടും കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് ഹൈറ്റും നമുക്ക് കിട്ടും. ഓക്കെ, പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യാം. വാല്യൂസ് ഒക്കെ നമുക്ക് തന്ന കുറച്ച് വാല്യൂസ് നമുക്ക് ഈവൺ ആയിട്ട് ക്വസ്റ്റ്യനിൽ തരും. അതായത് ഇതിൻ്റെ വാല്യൂസ് സൈൻ ആംഗിളൊക്കെ നമുക്ക് തരും. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒന്ന് അഡീഷണലൊക്കെ നമുക്ക് തരും. അതൊന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് ഒന്ന് ഓപ്പോസിറ്റ് നമുക്ക് 50 ഡിഗ്രി തന്നു, ഒന്ന് അറിയണം, രണ്ടും അറിയില്ല. 50 ഡിഗ്രി ശ്രദ്ധിക്കട്ടാ. ഇവിടെ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് 90 ഡിഗ്രിയിൽ മാത്രമേ ഈ പ്രോസസ്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അറിയില്ല, എന്നാൽ അഡ്ജസൻറ്റ് സൈഡ് അതും അറിയില്ല. മുന്നത്തെ കേസിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് അറിയണം, ഒന്നും അറിയാത്തതും ആവണം. ഇവിടെ ഫസ്റ്റ് കേസിൽ രണ്ടും അറിയില്ല, എന്നാൽ അതിനെ കണക്ട് ചെയ്യാൻ വീണ്ടും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ പ്രശ്നമുള്ളതല്ല. അതേസമയം നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ വേറൊരു ആംഗിൾ ഇല്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് 50 ഡിഗ്രി, എഗൈൻ ഒരു ട്രയാംഗിൾ ഉണ്ട്, എന്ത് PCE. 50 ഡിഗ്രിയുള്ള മീൻസ് 90 ഡിഗ്രിയിൽ തന്നെ പറയാൻ പാടുള്ളൂ കേട്ടോ. PCE. അതുപോലെ ഇവിടുത്തെ FCE. രണ്ട് ആംഗിളാണ് അല്ലേ, രണ്ട് ട്രയാംഗിളാണ്. അപ്പോൾ രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പൈതഗോറിയൻ അപ്ലൈ ചെയ്യാം. പൈതഗോറിയൻ മീൻസ് സൈൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ അറിയില്ല. ഈ ക്വസ്റ്റ്യൻ മാർക്കിലെ തൽക്കാലം ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയണ ഹൈറ്റ് ആയിട്ട് വെച്ചോ, H ആയിട്ട് വെച്ചോ. അതിനൊപ്പം നമുക്കിത് കൂട്ടണം കേട്ടോ, നമ്മൾ ആഡ് ചെയ്യണം ടോട്ടൽ ആവണമെങ്കിൽ. അപ്പോൾ സൈൻ 50 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് ബൈ നമുക്ക് അവിടെ വേറെ പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് സൈൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഹൈപ്പോട്ടിന്യൂസിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് എന്താ, ടാൻ ആണ്. അപ്പോൾ ടാൻ 50 ഡിഗ്രി, tan 50 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താടാ H ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ X. ഞാൻ നേരെ X എന്നാണ് എഴുതുന്നത്, FC എന്നൊന്നും ഞാൻ എഴുതുന്നില്ല, നേരെ ഞാൻ X എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. tan 50 ഡിഗ്രിയുടെ വാല്യൂ 1.19 ആണ്. അത് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, H ബൈ X. ഈ X ഇങ്ങോട്ട് വന്നാൽ എന്താവും, 1.19 X ഈക്വൽ ടു H. ഒരു ബോക്സിലാക്കി വെച്ചോ. H എന്ന് പറയുന്നതിന് ഒരു ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, H എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ആ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ക്രിയേറ്റ് ആവും, H കിട്ടും. H കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി. ഓക്കെ, സോറി, നമുക്ക് അതിൽ നിന്ന് കിട്ടും രണ്ട് X കിട്ടും. H രണ്ടും ഈക്വലാക്കി രണ്ടിലും വേരിയബിൾ X അല്ലേ, X കിട്ടും. X കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെ കിട്ടും എന്നുള്ളത്. പിന്നെ H കിട്ടണമെങ്കിൽ X കിട്ടി, X ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H കിട്ടും കേട്ടോ, അതൊന്നും പ്രശ്നമുള്ളതല്ല. സെക്കൻഡ് T. അപ്പോൾ നമ്മൾ ഇത് ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താണ് ഇവിടെ എഴുതി വെച്ചോ, ട്രയാങ്കിൾ FCE കേട്ടാ. ഈ FCE കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഈ ട്രയാങ്കിൾ നമ്മൾ വേറെ കണക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ എഴുതാം ട്രയാങ്കിൾ PCE കേട്ടാ. PC കണക്ട് ചെയ്താൽ എന്താ വരും, ഓപ്പോസിറ്റ് ബൈ, അത് നമുക്ക് നോക്കാം. അതായത് tan 25 ഡിഗ്രി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ H ബൈ ഹൈപ്പോട്ടിസ് 10 മീറ്ററും Xും. അപ്പോൾ 10 പ്ലസ് എക്സ്, M ഒന്നും വേണ്ട, X മീറ്റർ ഒക്കെ പിന്നെ നോക്കാം. 10 പ്ലസ് എക്സ്. ഇനി tan 25 ഡിഗ്രി ഓൾറെഡി ഗിവൺ ആണ്. എത്രയാണ് tan 25 നമ്മൾ മേലെ നോക്കാം. tan 25 ഡിഗ്രി 0.47 ആണ്. 0.47 ഈക്വൽ ടു H ബൈ 10 പ്ലസ് എക്സ്. ഇതിൽ നിന്ന് 10 പ്ലസ് എക്സ് ഇങ്ങോട്ട് വന്നാൽ എന്തോ 10 പ്ലസ് എക്സ് ഇൻറ്റു 0.47 ഈക്വൽ ടു H. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 0.47 ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ. അപ്പോൾ 10 ഇൻറ്റു 0.47 എന്ന് പറഞ്ഞാൽ 4.7 പ്ലസ് എക്സ് ഇൻറ്റു 0.7, അത് എക്സ് ഇൻറ്റു 0.47 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അത് 0.47 എക്സ് ഈക്വൽ ടു H. ഇതിനെ ഇക്വേഷൻ നമ്പർ എന്ത് ചെയ്തു, 2 എന്ന് വിളിച്ചോ. കാണുന്നില്ലടാ ഇക്വേഷൻ നമ്പർ, കാണാനില്ലല്ലേ. ശരി, നമുക്കിത് മാറ്റി എഴുതാം. കുറേ പേർക്ക് ഇത് കാണുന്നു.
ഓക്കെ, അപ്പോൾ ഈ 10ന്റെ ഡിവിഷൻ ഞാൻ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ആവുന്നത് എന്താണ്, ഞാൻ ഇവിടെ കാണിക്കാം. 0.47 10 + x = h കാണുന്നുണ്ട്, റൈറ്റ്. 0.47 × 10 ഇത് നമ്മൾ ബ്രാക്കറ്റ് പൊട്ടിക്കുക. അപ്പോൾ 10 × 0.47 എന്ന് പറഞ്ഞാൽ 4.7 പ്ലസ് 0.47 × x എന്ത് വരും, 0.47x = h. ശരി, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നാക്കി. ഈ 1 ഉം 2 1ന്റെ എന്താണ് h = കിട്ടിയിട്ടുണ്ട്, രണ്ടാമതിലും h = ഉണ്ട്. രണ്ടും കമ്പൈൻ ചെയ്യുക, 1 = 2 അല്ലേ, 1 = 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1.19x = എത്ര കിട്ടി, 4.7 + 0.47x ആക്കി. ഇനി എക്സിനെ ഗ്രൂപ്പ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എക്സിനെ കൊണ്ടുവരിക. 1.19x minus 0.47x = 4.7 ആയി. രണ്ടിലും കോമൺ ആയിട്ട് എക്സ് ഔട്ട് സൈഡ് എടുക്കുക. എക്സ് ഔട്ട് സൈഡ് എടുത്താൽ 1.19 minus 0.47 = 4.7 x = 1.19 0.47 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.72 ആണ്, ഈക്വൽ ടു 4.7. x = 0.47 4.7 ഡിവൈഡ് ബൈ 0.72. ഇത് ഡിവൈഡ് ചെയ്ത എക്സ് കിട്ടുന്നത് 6.53 ആണ്. നീ കാണുന്നുണ്ടോന്ന് അറിയില്ല. എക്സ് ഈക്വൽ നമുക്ക് കിട്ടുക 6.53. എക്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, 6.53 കിട്ടും. അപ്പോൾ 6.53 ആണ് നമുക്ക് എക്സ് കിട്ടിയത്, അതായത് ഈ ലെങ്ത് 6.53. അപ്പോൾ നമുക്കറിയാം എച്ച് കിട്ടാൻ ഈ മാർഗം എന്ന് പറഞ്ഞാൽ 1.19 × x ആണ് എച്ച്. അപ്പോൾ എച്ചിൻ്റെ നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് h = 1.19 × x ഇപ്പോൾ എത്ര കിട്ടി, 6. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഞാൻ എഴുതുന്നത് 7.77 മീറ്റർ ആയ കാരണം മീറ്റർ കിട്ടി. ഇപ്പം 7.77 ആയി. ഇപ്പോൾ ഇത് 7.77 കിട്ടി. അപ്പോൾ രണ്ടും പാടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ട്രീ അല്ലേ, ടോട്ടൽ ഹൈറ്റ് ഓഫ് ട്രീ ഈക്വൽ ടു CE + BC ഈക്വൽ ടു വാട്ട് ഈസ് CE, 7.77 + 1.5 ഈക്വൽ ടു ഫൈനലി 9.27 മീറ്റർ. 9.27 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം കറക്റ്റ് ആയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്ത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കാതെ ഇതിൽ നിന്നും കുറേ ആശയങ്ങൾ നിങ്ങൾ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആ ആശയങ്ങളാണ് നിങ്ങൾക്ക് വരുന്ന എക്സാമിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണക്ട് ചെയ്തിട്ട് എക്സാമിന് 2-3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷുവറായിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഷോർട്ട് കട്ടും ഉണ്ട്. ഷോർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ നിസ്സാരമായിട്ട് ആൻസറിൽ എത്താനുള്ള ഷോർട്ട് കട്ടും ഉണ്ട്. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലത്തിന് പ്രോബ്ലം ഇതാണ്. ഇൻ ട്രയാങ്കിൾ ABC, AB = 5 cm, angle A = 80 degree and angle B = 70 degree. Calculate the height of the triangle and length of the other two sides. നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. ആംഗിൾസ് വാല്യൂസ്, സൈന്, കോസ്, ടാൻ വാല്യൂസ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രോബ്ലത്തിലോട്ട് നോക്കാം. അപ്പോൾ പ്രോബ്ലത്തിലോട്ട് നമുക്ക് ഇതിൻ്റെ റഫ് ഫിഗർ, നമുക്ക് എക്സാമിന് ചിലപ്പം ഇതിൻ്റെ റഫ് ഫിഗർ തന്നോളന്നില്ല. കാരണം ഒരു വർഷം ഇതുപോലെ, വർഷം 2015, ഇതിപ്പോൾ 2015 ക്വസ്റ്റ്യൻ ആണ്. വേറൊരു വർഷം 2015 തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട് ഇതേ മോഡലിൽ. മീൻസ് മോഡൽ എക്സാമിനായിരിക്കാം ചാൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വെച്ചാൽ ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ റഫ് ഫിഗർ ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് റഫ് ഫിഗറും കൂടി നമ്മൾ ഡ്രോ ചെയ്യണം. ഇൻ ട്രയാങ്കിൾ ABC ആണ്. AB എത്രയാണ്, 5 cm ആണ്. ആംഗിൾ A 80 degree, ആംഗിൾ B. അപ്പോൾ ABC നല്ല മനസ്സിലുണ്ടായിക്കോട്ടെ. അപ്പോൾ ട്രയാങ്കിൾ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും അല്ലേ, അല്ലേ. ആംഗിൾ A എത്രയാണ്, ആംഗിൾ A എത്രയാണ്, 70-80, ആംഗിൾ 80 degree. ശരി, ഇതാണ്. അപ്പോൾ AB തന്നിട്ടുണ്ട്. AB എത്രയാണ്, 5 cm. ആംഗിൾ B = 70 degree, ആംഗിൾ C = എത്രയാടാ, നമുക്ക് ആംഗിൾ തന്നിട്ടില്ല, 2 ആംഗിൾ തന്നിട്ടുള്ളൂ. ശരി, and calculate the
ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ കാണാം, ഇത് കാണണം. ഞാനിതിനെ എച്ച് എന്ന് കൊടുക്കാം, ഇവിടെ ഡി എന്നും കൊടുത്തു. എ ബി സി ഡി, റൈറ്റ്, എ ബി സി ഡി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഡയറക്റ്റ് ഫോർമുല വളരെ ഈസിയാണ്. ഇതിൻ്റെ ഹൈറ്റ് കാണാൻ എച്ച് ഈക്വൽ ടു ബേസ് ഇൻറ്റു മീൻസ് 5 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, tan 80 ഇൻറ്റു tan 70 ഓൾ ബൈ tan 80 പ്ലസ് tan 70. ഒരൊറ്റ സ്റ്റെപ്പിൽ ഈ ഫോർമുല പഠിക്കുക, അത്രയും ഫോർമുല ആവശ്യമുള്ളൂ. പക്ഷെ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഒരു കുട്ടിക്ക് അറിയണം, എക്സാമിന് അറിയാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതാ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല ബൈ ഹാർട്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഞാൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം, അതിനുശേഷം ഫോർമുല ബൈ ഹാർട്ടിങ്ങും പഠിക്കാം. ഓക്കെ, ശരി. ഇതിൻ്റെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി വരുന്നിടത്തൊക്കെ നമ്മൾ പ്രോസസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 80ക്ക് ഓപ്പോസിറ്റ് എച്ചിനെ കണക്ട് ചെയ്യുന്നത് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് ഇത് 5 ടോട്ടൽ എ ബി ആണ് 5 സെൻറ്റിമീറ്റർ കേട്ടോ. ടോട്ടൽ എ ബി ആണ് നമുക്ക് 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എക്സ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും, 5 മൈനസ് എക്സ് ആയിരിക്കും. ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണ്. ഇത് എക്സ്, എ ഡി എനിക്ക് അറിയില്ല, അൺനോൺ ആണ്, എക്സ് ആണ്. അപ്പോൾ ഡി ബി എന്തായിരിക്കും, ടോട്ടൽ 5ൽ നിന്നും ഈ എക്സ് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും അത്. ഓക്കെ, അതങ്ങനെ എഴുതി. ശരി, കാരണം നമുക്ക് ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വാല്യൂ കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ രണ്ടും നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. 90ക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ് കണക്ട് ചെയ്യുന്നത് ടാൻ ആണ്. സോ tan 80 ഡിഗ്രി. tan 80 ഡിഗ്രി. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലി എ ഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് സിംപ്ലി എ ഡി എന്ന് പറഞ്ഞാൽ മതിയാ. നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് എ ഡി എന്ന് പറയാം. ശരി, എ ഡി എന്ന് പറയാം. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് എ ഡി. ഇപ്പോൾ tan 80 ഡിഗ്രി നമുക്ക് വാല്യൂ നമുക്ക് ഓൾറെഡി അറിയില്ല. tan 80 ഡിഗ്രി വാല്യൂ ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. ശരി, അത് നമുക്ക് ലാസ്റ്റ് അപ്ലൈ ചെയ്യാം എന്തായാലും കേട്ടോ. ആ ഫോർമുല രൂപം ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. അത് ഞാൻ പറഞ്ഞ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഈ എ ഡി ഇങ്ങോട്ട് വന്നാൽ എന്താവും, എ ഡി ഈക്വൽ ടു എച്ച് ബൈ എന്ത് വരും, tan 80 ഡിഗ്രി വരും. എച്ച് ബൈ tan 80 ഡിഗ്രി. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ 70 ഡിഗ്രീൻ്റെ കോൺസെപ്റ്റിലാണ്. 70 ഡിഗ്രീൻ്റെ കോൺസെപ്റ്റിൽ എന്ന് പറയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എത്രയാണ്, അപ്പോൾ tan 70 ഓപ്പോസിറ്റ് എച്ച് ബൈ അഡ്ജസൻറ്റ് ഡി ബി എന്ന് പറഞ്ഞാൽ ഡി ബി. അപ്പോൾ നമുക്ക് ഡി ബി എന്താണെന്ന് നമുക്ക് പറയാം. ഇതെന്തിനാ ഡി ബി സാറേ, ഡി ബിയിലേക്ക് എത്തുന്നതാണ് പറഞ്ഞുതരാം. എച്ച് ബൈ tan 70 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 2. എന്തിനാണ് ഇത് കൊടുക്കുന്നത് വെച്ചാൽ ടോട്ടൽ ഈ ലെങ്ത് എത്ര, എ ബി എന്ന് പറയുന്ന ലെങ്ത് എത്ര, 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എന്താ, എ ബി ഈക്വൽ ടു എന്താണ്, എ ഡി പ്ലസ് ഡി ബി ആണ്. ഈക്വൽ ടു എത്രയാണ്, 5 ആണ്. അപ്പോൾ ഈ കോൺസെപ്റ്റിൽ നിന്ന് എ ഡി നമുക്ക് കിട്ടി. എ ഡി എത്രയാണ്, എച്ച് ബൈ tan 80 ഡിഗ്രി പ്ലസ് വാട്ട് ഈസ് ഡി ബി, എച്ച് ബൈ tan 70 ഡിഗ്രി ഈക്വൽ ടു 5. ഇതിൽ നിന്ന് ഇത് നമ്മൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് ആ ഫോർമുലയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നത്, ഞാൻ ഇതുവരെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് റൈസ് ചെയ്യണം. ശരി, സ്പേസ് ഇല്ലാത്ത കാരണമാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, എച്ച് ഇൻറ്റു tan 70 ഡിഗ്രി. ഓക്കെ, എച്ച് ഇൻറ്റു tan 70 ഡിഗ്രി, എച്ച് tan 70 ഡിഗ്രി സെൻട്രൽ പ്ലസ് റിവേഴ്സ് tan 80 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ tan 80 ഇൻറ്റു എച്ച് കേട്ടോ. tan 80 ഇൻറ്റു എച്ച് ഓൾ ബൈ tan 80 ഇൻറ്റു tan 70. tan 80 ഇൻറ്റു tan 70 ഡിഗ്രി ഈക്വൽ ടു 5. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, വേറെ ഒന്നുമില്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ശരി, രണ്ടിലും കോമൺ എന്തുണ്ട്, എച്ച് ഉണ്ട്. എച്ച് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വരും, tan 70 പ്ലസ് tan 80 all by tan 80 into tan 70 equal to 5. ശരി, നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണ്, എച്ച് ആണ്. അപ്പോൾ എച്ചിൻ്റെ ഫോർമുലയാണ് പറയുന്നത്. എച്ച് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു ആട്ടോ, കോമൺ ആണ്. സിംപ്ലി എച്ച് ഇങ്ങനെ വെച്ചാണ് എച്ച് ഈക്വൽ ടു 5 ഓൾ ബൈ. ഇവിടെ കുറേ പേര് ഡൗട്ട്, ഇവിടെ സിമ്പിളാണ്. ഈ ടോട്ടൽ ടേം ഡിവിഷനിലോട്ട് പോകും. ഓക്കെ, അതുകൊണ്ട് പറിച്ചിട്ട് 5ൻ്റെ താഴെ വെക്കാം.
5ന്റെ ബൈയിൽ കൊണ്ടുപോയിട്ട് അതിനായിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, 5ന്റെ താഴെ പ്ലേസ് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ തല മറിക്കണ്ട നിങ്ങൾ കേട്ടാ. അങ്ങനെ മറിയില്ല. എന്തൊരു ഫംഗ്ഷനാണ് ഇൻറ്റു ഫംഗ്ഷൻ ആണെങ്കിൽ അത് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് അതേപോലെ പോകും. ഇളകാതെ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കൊണ്ടുപോയി വെക്കണ പോലെ ഉണ്ടോ, അതേപോലെ വെക്കുന്നത്. ടാൻ കുറേ പേര് രണ്ട് തല തിരിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, തല തിരിക്കാൻ പാടില്ലേ. ഇൻറ്റു ടാൻ 70 ഡിഗ്രി. ഇനി ഇതിപ്പോൾ 5 എന്ന് പറഞ്ഞിട്ട് വിടാൻ പോവാണ്. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ കയറും. ന്യൂമറേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എച്ച് ഈക്വൽ ടു എന്ത് വരും? 5 ഇൻറ്റു അത് നേരെ ഓപ്പോസിറ്റ് വന്ന ടാൻ 80 ഇൻറ്റു ടാൻ 70 ഓൾ ബൈ ടാൻ 70 പ്ലസ് ടാൻ 80. ഇതാണ് നമ്മളെ എച്ച്. നിങ്ങൾക്ക് കാണുന്നു വിചാരിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് കിട്ടി. ഈ എച്ച് കിട്ടാൻ ഇനി എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. മനസ്സിലായ? അത് എക്സാമിന് പഠിക്കുമ്പോൾ ഈ ഫോർമാറ്റ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്താലും മതി. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ 80 70 എന്തോ ആവട്ടെ, അതുപോലെ എച്ച് അല്ലെങ്കിൽ ഹൈറ്റ് കാണാൻ, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, ടവറിൻ്റെ ഹൈറ്റ് ഒക്കെ കാണാൻ ഇതേപോലത്തെ ഒരു ട്രയാങ്കിളിൻ്റെ ഫോർമേഷനാണ് രൂപം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിക്ചർ വരച്ചാൽ റഫ് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പം. ഇനി എച്ച് കാണാൻ ഈ വാല്യൂസ് അപ്ലൈ ചെയ്താണ്. ടാൻ 80 എന്താ, ടാൻ 70 എന്താ, ടാൻ 70 എന്താ, ടാൻ 80 എന്താ ഓൾറെഡി ഗീവൺ ആണ്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരി, എച്ച് ഈക്വൽ ടു ടാൻ 80, 5 ഇൻറ്റു ടാൻ 80. വാട്ട് ഈസ് ടാൻ 80 വാല്യൂ? ഓക്കെ, നമുക്ക് ഓൾറെഡി ഗീവൺ ആണ് കേട്ടോ, നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ആ വാല്യൂ നമുക്ക് എന്താ വെച്ചാൽ ടാൻ 80 5.67. അപ്പോൾ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. സോറി, ടാൻ 2.75. ഓക്കെ, ടാൻ 80 5.67 ഇൻറ്റു ടാൻ 70 2.75 ഡിവൈഡഡ് ബൈ ടാൻ 70. സിംപ്ലി ഏതാണ്ട് എഴുതി വെച്ചാൽ മതി, നമുക്ക് നേരിട്ട് വേണമെങ്കിൽ എഴുതാം. 5.67 ഇൻ 5 അല്ലേ, അങ്ങോട്ട് മാറിയിട്ട് കുഴപ്പമില്ല, അഡീഷണൽ അല്ലേ, 2.75. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് നമുക്ക് എന്ത് കിട്ടുക വെച്ചാൽ, നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 77.9625 അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. രണ്ടും പാടെ താഴെ എഴുതാം. 5 6 7 കേട്ടോ, 7 ആകുമ്പോൾ 8 അല്ലേ, 8.42. സോ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നിങ്ങൾ ജസ്റ്റ് ഹരിച്ച് കഴിഞ്ഞാൽ 9.26 സെൻറ്റിമീറ്ററിലല്ലേ വാല്യൂസ് ഒക്കെ തന്നിന്ന്. സോ 9.2 സെൻറ്റിമീറ്റർ, 9.2 സെൻറ്റിമീറ്റർ. ഓക്കെ, 9.2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. ശരി, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എക്സാമിന് അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ എക്സാമിന് എന്ത് ചോദിക്കുക വെച്ചാൽ, ഞാൻ അഡീഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഓൾറെഡി എത്രയാണ്, 5 ആണ്. ഹൈറ്റ് ഓൾറെഡി ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, 9.26 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, കട്ടിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, 5 ഇൻറ്റു 9.26 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ ബൈ 2 ചെയ്യുക. ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആണെന്ത്, നമ്മളെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏരിയ വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഒരു ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ മാർക്ക് ചെയ്യുക. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ബേസ് ഓൾറെഡി നമുക്കിവിടെ 5 ആണ്, ഹൈറ്റ് നമുക്ക് ഇപ്പോൾ നമ്മൾ എച്ച് കണ്ടുപിടിച്ച് 9.26 ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആണ്. ഞാൻ ഒരു അഡീഷണൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് മാത്രം. മേ ബി എക്സാമിന് അതുപോലെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, ഇതിൻ്റെ മറ്റുള്ള സൈഡുകളാണ്. ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്, ഓപ്പോസിറ്റ് സൈഡുകൾ നമ്മൾ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ നെക്സ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എച്ച് കിട്ടി, ഞാൻ ഇവിടെ കൊടുക്കാം. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 9.26 ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസിനും കണക്ട് ചെയ്യുക. അപ്പോൾ സൈനാണ് നല്ലത് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടിന്യൂസും കണക്ട് ചെയ്യാൻ സൈൻ അല്ലേ നല്ലത്. അപ്പോൾ ഞാൻ സൈൻ കണക്ട് ചെയ്യാണ്. സൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 70 ഡിഗ്രി ഓപ്പോസിറ്റ് 9.26 ബൈ ഹൈപ്പോട്ടിന്യൂസ് സി ബിയിലെ നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ സി ബിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 9. ഇതൊക്കെ നമുക്ക് ഓൾറെഡി വാല്യൂ കിട്ടണം സൈൻ 70. So CB equal to 9.26 by sin 70യുടെ വാല്യൂ sin 70 0.94. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ CB
9.26 by 0.94 9.85 സെൻറ്റിമീറ്റർ. സി ബി എന്ന് പറഞ്ഞാൽ 9.85 നിങ്ങൾക്ക് കിട്ടി കാണും. നെക്സ്റ്റ് ഇതുപോലെ ഇത് നിങ്ങൾ കണക്ട് ചെയ്യുക, 18 കണക്ട് ചെയ്യുക, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ sin 80 ഡിഗ്രി, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 9.26 ബൈ എ അല്ലേ എ സി ആവും. സിംപ്ലി എ സി ഈക്വൽ ടു എ സി എത്ര കിട്ടി? എ സിയുടെ ഫൈനൽ ആൻസർ ഞാൻ പറയട്ടെ. എ സിയുടെ ആൻസർ 9.45. ഇത് എത്ര പേർക്ക് കിട്ടി കമൻറ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ ആൻസർ എഴുതി മാത്രമേ 9.45 കിട്ടും. ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് 9.45 കിട്ടും. ശരി, ഇനി ഞാൻ പറയുന്നത് ഈ ക്വസ്റ്റ്യൻ വന്നാൽ, ഇതിൽ സാധാരണ ഹൈറ്റ് കാണാൻ വന്നാൽ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ പറയാം കേട്ടോ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ h ഈക്വൽ ടു, ഇനി ഞാൻ അടുത്ത പ്രോബ്ലത്തിലൊക്കെ ഇക്വേഷനെ അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. അത് കിട്ടിയൊന്നും പറയുന്നില്ല. h ഈക്വൽ ടു, എച്ചിൻ്റെ ഇക്വേഷൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, ബേസ്, നമുക്ക് തന്ന ബേസ് എന്താണോ ആ ബേസ് ഇൻറ്റു, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് എ ആണ്, ഇത് എ, ഇത് ബി. ശരി, അപ്പോൾ tan 80 ഡിഗ്രി ഇതിങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാം. tan A ആംഗിൾ tan A ഇൻറ്റു tan B all by tan A പ്ലസ് tan B. ഈ ഫോർമുല എച്ചിന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ എ എന്ന് പറഞ്ഞ ആംഗിൾ എന്ത് ചെയ്യുക, എയുടെ ആംഗിൾ കൊടുക്കുക, ഇവിടെ എന്ത് ചെയ്യുക, ബിയുടെ ആംഗിൾ കൊടുക്കുക, എയുടെ ആംഗിൾ കൊടുക്കുക, ബിയുടെ ആംഗിൾ കൊടുക്കുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ റിസൾട്ടായി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇതാണ് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട, മീൻസ് സോറി, ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്താൽ നിങ്ങൾ പ്രോബ്ലം വരുമ്പോൾ ഇതുപോലെ ഡിറൈവ് ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഡയറക്റ്റ് പ്ലേസ് ചെയ്തിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡ് ചെയ്തോ? തിയറിയാണ്, നേരത്തെ പറഞ്ഞതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പെട്ടെന്ന് റീഡ് ചെയ്യുക. ഗോപി ആൻഡ് ഗൗതം സ്റ്റാൻഡ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ ടവർ. അല്ലേ, അപ്പോൾ എ ബി ആണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് ചിന്തിക്കുക. ദ ചിൽഡ്രൻ ആൻഡ് ദ ടവർ ആർ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ആൾസോ ഗോപി സി ദി ടോപ്പ് ഓഫ് ദി ടവർ അറ്റ് ആംഗിൾ ഓഫ് എലിവേഷൻ 36 ഡിഗ്രി ആൻഡ് ഗൗതം സി ദ ആംഗിൾ ഓഫ് എലിവേഷൻ 52 ഡിഗ്രി. നിങ്ങൾക്ക് ഏകദേശം ആ പിക്ചർ നിങ്ങൾക്ക് ബോധമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം അതേ പാറ്റേൺ ആണ് ക്രിയേറ്റ് ആവും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചിൽഡ്രൻ ഈ 60 മീറ്റർ. രണ്ടാളും നിൽക്കുന്ന എയും ബിയും നിൽക്കുന്ന 60 മീറ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ ദി റഫ് ഫിഗർ അക്കോർഡിംഗ് ടു ദി ഗിവൻ ഇൻഫർമേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ഹൈറ്റ് ഓഫ് ദി ടവർ കാണാം, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കാരണം നിങ്ങൾക്ക് ഇത് മെമ്മറി കറക്റ്റ് ഓടുണ്ടാവും അല്ലേ. ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്, എച്ച് ആണ് കാണേണ്ടത്. എ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് എലിവേഷൻ 36 ആണ്, 52 ഡിഗ്രി. നെക്സ്റ്റ് ഇതിന്റെ ലെങ്ത് എത്രയാണ്, 60 മീറ്റർ ആണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളതും പറഞ്ഞിട്ട് ഹൈറ്റ് കാണാനുള്ള ഡയറക്റ്റ് ഫോർമുല. വാട്ട് ഈസ് ദി ഫോർമുല? എച്ച് ഈക്വൽ ടു ബേസ് ഇൻറ്റു 60 ഇൻറ്റു ടാൻ ആംഗിൾ എ 30. അപ്പോൾ നിങ്ങൾ ഫോർമുല നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിക്കോട്ടാ. കാരണം ഫോർമുല എഴുതാണ്ട് ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ അർത്ഥമല്ലല്ലോ, കാരണം ആകെ അത് മാത്രമേ എഴുതുന്നു. അപ്പോൾ എച്ച് ഇൻറ്റു ബേസ് ഇൻറ്റു, അപ്പോൾ സിംപ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് ഇൻറ്റു ടാൻ എ ആംഗിൾ ടാൻ ബി ഇൻറ്റു എന്ന് കൊടുത്തു കേട്ടോ, ഓൾ ബൈ ടാൻ എ പ്ലസ് ടാൻ ബി. ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എച്ച് ഈക്വൽ ടു വാട്ട് ഈസ് ബേസ് 60 ഇൻറ്റു ടാൻ 36 ഡിഗ്രി ഇൻറ്റു ടാൻ 52 ഡിഗ്രി ഓൾ ബൈ ടാൻ 36 ഡിഗ്രി പ്ലസ് ടാൻ 52 ഡിഗ്രി. വാല്യൂസ് ഒക്കെ നമ്മളെ കയ്യിൽ ഓൾറെഡി ഗിവൺ ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് ഒക്കെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 27.65 മീറ്റർ ആയിരിക്കും. ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല, നിങ്ങൾ ഓൾറെഡി വാല്യൂ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ വാല്യൂ അതേപോലെ പുട്ട് ചെയ്യുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 27.65 മീറ്റർ ആയിരിക്കും. മീറ്ററിലാണല്ലോ തന്നിട്ടുള്ളത്, അതുകൊണ്ട് മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം, ഇനി ജസ്റ്റ് ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക. ഐഡിയ കോൺസെപ്റ്റ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഐഡിയ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്കിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നിങ്ങൾ റീഡ് ചെയ്യാം. In the figure ABCD is a rectangle. AC 12 cm, angle BAC 30 degree. What is the area of rectangle? റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് നമുക്കറിയാം, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ആ റെക്ടാങ്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. നമുക്ക് തന്ന റെക്ടാങ്കിൾ ഞാനൊന്ന് വരക്കാം. റെക്ടാങ്കിളിൻ്റെ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ആ ഡയഗണൽ എത്ര തന്നിട്ടുണ്ട്?
12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും കാണാൻ വളരെ ഈസിയാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ മെത്തേഡ് ഏതാണ്, ഇത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഏതാ, ഇത് 90 ഡിഗ്രി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് 30 90 എഗൈൻ ഇത് എന്തായിരിക്കും 60 ഡിഗ്രി. നിങ്ങൾ വെറുതെ പേര് കൊടുത്തോ ABCD, റൈറ്റ്. ഇനി നമുക്ക് ഈ കോൺസെപ്റ്റ് പ്രകാരം പറയാം 30യുടെ ഓപ്പോസിറ്റ് നമുക്ക് എന്തായിരിക്കും 1x ആയിരിക്കും. മീൻസ് 1:, റേഷ്യോ പറയുന്നത് കേട്ടോ, 1:60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2 ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ഒക്കെ ഒപ്പം എക്സ് ഉണ്ടായിരിക്കും കൂട്ടാം, 2x 2 എന്ന് പറയുന്ന ഒക്കെ അതിൻ്റെ ഒപ്പം വേരിയബിൾ നമ്മൾ എക്സ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിരുന്നത് 2x. അപ്പോൾ നമുക്ക് തന്ന വാല്യൂ അതാണ്. 2xൻ്റെ സ്ഥാനത്ത് എന്തുണ്ട്, 12 ഉണ്ട്. അപ്പോൾ 2x = 12, x = 12/2, x = 6, x 6 കിട്ടി. അപ്പോൾ 1 × x 6 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് എത്ര കിട്ടി, സിംപ്ലി 6 കിട്ടി. √3 × x എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായി, 6 √3 ആയി. അപ്പോൾ ടോട്ടലി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ L × B അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു L എന്താ 6 √3 × ബ്രെഡ്ത്ത് എത്ര, 6 എത്ര 36 √3 ആണ് നമുക്ക് എന്ത് കിട്ടുക, ഇതിൻ്റെ ഏരിയ കിട്ടുക. √3യുടെ വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ അറേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ല, എന്ത് വരും, സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും 36 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മൾ കാണില്ലേ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. അത് വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ: in the figure APB is a right angle triangle and ABCD is a square. If PB = 2 cm, angle PAB = 45 degree, what is the area of a square? സ്ക്വയറിന്റെ ഏരിയ കാണാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓൾറെഡി പിക്ചർ ഗിവൺ ആണ്. അപ്പം ഞാൻ ഒന്ന് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ തന്നിട്ടുണ്ട് അല്ലെ, സ്ക്വയർ ആണ് കേട്ടോ. താഴ്ത്തി വരക്കാം. ശരി, എല്ലാവരും ഒന്ന് വരയ്ക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ അത്. ഇതൊക്കെ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കേട്ടോ. ഓക്കെ, ഒരു സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് പറയാം, ABCD അല്ലേ, ABCD മക്കളെ. ഇത് 45 ആടാ, ഇത് 90, ഇത് 45, ഓട്ടോമാറ്റിക്കലി 45 ഓൾറെഡി നമുക്കറിയാം. ഇത് 45 ആണെങ്കിൽ 90 ആണ്, ഓട്ടോമാറ്റിക്കലി 45. ഇത് P ആണ് സൂചിപ്പിച്ച് ലെറ്റർ. ശരി, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. 2 സെൻറ്റിമീറ്റർ ആണ് DB എന്ന് പറഞ്ഞിട്ടുണ്ട്, PB എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ കോൺസെപ്റ്റ് വളരെ ഈസി. 1:1 √2. സോ 45, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് √2 ആണ്. വേരിയബിൾ ആഡ് ചെയ്യുക, √2x 1x വേരിയബിൾ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1x 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മീൻസ് 1 × x 2 ആണെങ്കിൽ, അതായത് x = 2 സെൻറ്റിമീറ്റർ ആണ്. x 2 കിട്ടി. x 2 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും, എത്ര കിട്ടുമോടാ, √2. √2x എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2 √2 ആണ് ഫൈനൽ ആൻസർ കിട്ടുക, 2 √2. അപ്പോൾ ABയുടെ ഒരു സൈഡ് 2 √2, എല്ലാ സൈഡും അപ്പം എന്താവും 2 √2. ഇത് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ ഒരു സ്ക്വയർ ആക്കുക, മനസ്സിലാക്കുക, സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ 2 √2യുടെ ഹോൾ സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. 2 സ്ക്വയർ × √2 ഹോൾ സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, സ്ക്വയർ റൂട്ടും ക്യാൻസൽഡ് 2. ടോട്ടൽ എത്ര വരും, സോറി 2 സ്ക്വയർ 4, 2 × 2 2, 4 × 2 8 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ, സെൻറ്റിമീറ്റർ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഏതെങ്കിലും ഒരു സൈഡ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ. സോ ആൻസർ ഓവർ. സിമ്പിൾ പ്രോബ്ലം ആണ്, പ്രീവിയസ് ഇയർ ആണ്, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന മാത്രം പ്രോബ്ലത്തിലൂടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ കേട്ടോ. 11th ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. നമുക്ക് കാണേണ്ടതാണ് കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. നമുക്ക് ആകെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ, ട്രയാങ്കിളിൻ്റെ ഇങ്ങനൊരു പൊസിഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് തന്നിട്ടുള്ളത് ഇത് 4 സെൻറ്റിമീറ്റർ ആണ് ബേസ്. ഒരു ആംഗിൾ 45 ആടാം, 45 ഡിഗ്രി. ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. നമ്മൾ എന്ത് വേണം, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. ഏരിയ കാണാൻ ട്രയാങ്കിളിൻ്റെ ഫോർമുല ½ × ഏരിയ = ½ × ബേസ് × ഹൈറ്റ്. ഓക്കെ, ½ × വാട്ട് ഈസ് ബേസ്, 4 × ഹൈറ്റ് നമുക്കറിയില്ല. ഹൈറ്റ് കാണണം. സിമ്പിൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് 90 ഡിഗ്രി. നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ നിന്നും ABC. സോ ഈ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് പെർപെൻഡിക്കുലർ വർക്ക് ABCD. സോ D കൊടുത്തു. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയി. 90 ഡിഗ്രി 60, ഇത് ഓട്ടോമാറ്റിക് എത്ര ആവും, 30 ഡിഗ്രി. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. 30ക്ക് നേരെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 60ക്ക് നേരെ ഓപ്പോസിറ്റ് √3 × x മീൻസ് 1 × x ആയിരിക്കും. അതുപോലെ തന്നെ 90ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും, അത് മൾട്ടിപ്ലിക്കേഷൻ എന്താവും 2x ആയിരിക്കും അല്ലേ, 2x. ശരി, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ അറിയാം,
45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണോ ഇത് 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, അങ്ങനെ ഇത് എന്തായിരിക്കും 45 ഡിഗ്രി. ഈ 45 ഡിഗ്രിക്ക് √3x ആണെങ്കിൽ ഈ 45 ഡിഗ്രി എന്തായിരിക്കും √3x ആയിരിക്കും. സപ്പോസ് നമുക്ക് ഇത് അറിയില്ല, എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ എക്സും ഈ √3x ഈക്വൽ ആയിരിക്കും. കാരണം 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണോ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ രണ്ടും എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഞാനത് സ്മോൾ ലെറ്റർ എക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? മാർഗങ്ങൾ 30ക്ക് നേരെ ഓപ്പോസിറ്റ് എക്സ് ആണ്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് നമുക്ക് ഈക്വലൻസ് ആക്കിയിട്ട് നമുക്ക് എന്ത് പറയാം √3 × x. പറയടാ. യെസ്, ടോട്ടൽ 4 സെന്റിമീറ്റർ ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും മക്കളെ 4 - x ആവും. ഇത് എക്സ് ആണ്, ടോട്ടലി 4 ആണെങ്കിൽ dB എന്ന് പറഞ്ഞാൽ എന്താവും 4 - x ആവും. അങ്ങനെയാണെങ്കിൽ 4 - x നമുക്ക് എക്സ് ആയിട്ട് അസൈൻ ചെയ്തൂടെ? 4 - x നമുക്ക് എന്ത് ചെയ്യാം എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാം 4 - x എക്സ് ആയിട്ട് എടുക്കാം. 4 - x എക്സ് ആണ്. അതായത് 30ക്ക് ഓപ്പോസിറ്റ് ഡിഗ്രി എന്താണ് 4 - x ആണ്, നമ്മുടെ എക്സ് ആണ്. അതിന് നമ്മൾ ഈക്വലൻസ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഈ √3x ഇത് 4 - x ആണെങ്കിൽ √3x എന്താവും? √3x ഈക്വൽ എന്താവും √3 × 4 - x ആവും. അതായത് √3 സിമ്പിൾ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. 4 അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മാറ്റാം. അപ്പോൾ √3x ഇങ്ങനെ കിട്ടി. അപ്പം ഞാൻ പറയുന്നത് ഈ √3x ഇതിന് ഓപ്പോസിറ്റും 45, അതാണ് കോൺസെപ്റ്റ് കേട്ടോ. 45 ഓപ്പോസിറ്റ് √3x, ഈ 45 ഓപ്പോസിറ്റ് x ആണ്. അപ്പോൾ രണ്ടും ഈക്വലൻസ് ആക്കിയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ എക്സിന് നമുക്ക് ഈ ഈക്വലൻസ് ആക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാം? x ഈക്വൽ ടു, അതായത് ഈ x ഈക്വൽ ടു ഇതാണെന്ന് പറയാം. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സിംപ്ലി ഇത് x ഈക്വൽ ടു √3x ആണ്. അപ്പോൾ ഈ √3xന്റെ x എന്താണെന്ന് ചോദിച്ചാൽ ഇത് 4 - x ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ ആണിത്. അപ്പോൾ √3 × 4 - x ഇത് സിംപ്ലിഫൈ ചെയ്യാണ്. ജസ്റ്റ് √3 ബ്രാക്കറ്റിന് ഒപ്പം എടുക്കുക. 4√3 √3 x അല്ലെങ്കിൽ x√3. ഇനി എന്ത് ചെയ്യുക? എക്സിനെ ഗ്രൂപ്പ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ x ഉണ്ട്, റൈറ്റ് സൈഡിൽ x ഉണ്ട്. x ഗ്രൂപ്പ് ചെയ്യും. എക്സിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ -√3 വന്നാൽ +√3 × x ഈക്വൽ ടു 4√3. ഫൈനൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? x ഉണ്ട്. സോ 1 + √3 ഈക്വൽ ടു 4√3. ഫൈനലി x ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കാണില്ലേ? x ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ശരി, x നിർത്തി കഴിഞ്ഞാൽ 4√3/1 + √3 x ഈക്വൽ ടു 4 × √3. √3 എന്ന് പറഞ്ഞാൽ 1 അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക √3 അപ്ലൈ ചെയ്യുക 1.732. അതേപോലെ 1 + 1.732. സോ എക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2.53 ആയിരിക്കും. 2.53 അതാണ് എക്സ് 2.53. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എക്സ് ആയിരിക്കും. സോ ഹൈറ്റ് സെയിം എന്തായിരിക്കും 2.53 ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്യുക 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4ൽ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2.53 2 × 2.53 നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് 5.07 ആയിരിക്കും. 5.07 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 5.07 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഫൈനൽ ആൻസർ ആയി കിട്ടുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ടൈമിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ്. എന്തായാലും നമ്മൾ 11 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ട്രിഗണോമെട്രിയിലാണ് ഞാൻ ഷുവർ പറയുന്നു. ഇത്രയും ഈ 11 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നന്നായി ലേൺ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് മുഴുവൻ ക്വസ്റ്റ്യൻസും വരുന്ന എക്സാമിന് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്നായി എക്സാം എഴുതുക, സൂപ്പറാക്കി പൊളിച്ചെഴുതുക. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉള്ള കണ്ടന്റ് നല്ല വൃത്തിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ അറിയുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.